ഗുഡ് ഈവനിങ്. ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്ത കാര്യമാണ് ഓർഗാനിക് കെമിസ്ട്രിയിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ലെ. ഓക്കെ, അത് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എല്ലാ ഫങ്ഷണൽ ഗ്രൂപ്പും കഴിഞ്ഞിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കുകയായിരുന്നു, കുറെ ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. ഹോംവർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു, എത്ര നമ്പർ ചെയ്യുന്ന പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? ലാസ്റ്റ് ക്ലാസ്സിൽ എത്ര നമ്പർ എഴുതി വെച്ചേക്കണത്? എത്ര? 30. ഇവരെ പറഞ്ഞിട്ടുണ്ടായി 50 എങ്കിലും ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ 30 ആയ ബാക്കി 20 നമ്മളിപ്പോ ചെയ്യും. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ എല്ലാവരും ഇൻഡിവിജ്വലി ഇവിടെ വന്നിട്ട് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? പറയണം ഫംഗ്ഷൻ ഗ്രൂപ്പ് കേട്ടോ. ഓർത്ത് നോക്കുക, കാരണം 15 ലാസ്റ്റ് ക്ലാസ്സിലല്ല വരുന്നത്. ഞാൻ അവിടെ ഉണ്ടാവും, നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഓൺ സ്പോട്ട് പറഞ്ഞുതരും, ഓൺ സ്പോട്ട് പറഞ്ഞുതരും കേട്ടോ. ഓക്കെ, നല്ല കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞു വരണം. കാരണം ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മളത് പറയിപ്പിച്ചു, ഇതുപോലെ ഇങ്ങനെ ഇരുത്തിയാണ് പറയിപ്പിച്ചതെന്ന് മാത്രം കേട്ടോ. ഞാനൊന്ന് കറക്റ്റ് ആയിട്ട് ഓർഡറിലൊക്കെ ഒന്ന് പറയാം. നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെച്ചേക്കുന്ന അതേ ഓർഡർ തന്നെയാണ്. അപ്പൊ ആ ഓർഡറിൽ കൃത്യമായിട്ട് ഏകദേശം നിങ്ങൾക്ക് ആ ഒരു ഓർഡറിൽ 15 ഫങ്ഷണൽ ഗ്രൂപ്പുകളുണ്ട്. 15 ഫങ്ഷണൽ ഗ്രൂപ്പ് അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടണം. അത് നിങ്ങൾ പഠിക്കേണ്ടതാണ്. മറ്റേത് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങളിൽ എറർ വന്നു കഴിഞ്ഞാൽ എത്ര വേണമെങ്കിലും പറഞ്ഞു തരാം. കാരണം എന്താ, ഒരു സംഭവം മെത്തേഡാണ്. ആ മെത്തേഡ് എന്ത് ചെയ്യണം അല്ലെ, കിട്ടുന്നവരെ ക്ലിയർ ചെയ്ത് വരണം അല്ലെ. ഇപ്പൊ ഇയാളെ സൈക്കിൾ ചവിട്ടാൻ പഠിക്കുന്നു അല്ലെ, ഓർത്ത് നോക്കുക. അപ്പൊ ഞാൻ അതിന്റെ തിയറി ഒക്കെ പറഞ്ഞു കൊടുത്തു. അതിട്ട് ചവിട്ടുന്ന സമയത്ത് തിയറി കറക്റ്റ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ടല്ല അല്ലെ. അയാൾക്ക് ഒരു ബാലൻസിങ് ഉണ്ട്, എന്റെ ബാലൻസിങ് ആയിരിക്കില്ല. അയാൾ എന്താണ് അല്ലെ, ചിലപ്പോൾ എന്നെക്കാളും സ്പീഡിൽ പഠിക്കും, ചിലപ്പോൾ അല്ലെ സ്ലോ. അത് കുഴപ്പമില്ല, പ്രാക്ടീസ് ആണ്. പക്ഷെ ബേസിക് ഒരു ഐഡിയ ഉണ്ട് അല്ലെ, ഓർത്ത് നോക്കുക. ബേസിക് ആ സൈക്കിളിൽ ഇരിക്കണം അല്ലെ, ഞാൻ ഇത് നിൽക്കുള്ളൂ എന്ന് പറഞ്ഞാൽ പറ്റുമോ? ഇല്ല. അതാണ് ഫംഗ്ഷൻ ഗ്രൂപ്പ്. ഫംഗ്ഷൻ ഗ്രൂപ്പ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് അറിയണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എടുത്തത് ഓർമ്മയുണ്ടോ എന്തായിരുന്നു? അപ്പോ ലാസ്റ്റ് ക്ലാസ്സിന് മുമ്പാണ് അത് എടുത്തത് അല്ലെ. എന്നിട്ട് ലാസ്റ്റ് ക്ലാസ്സിൽ വീണ്ടും പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു, ഇൻഡിവിജ്വൽ പറയിപ്പിക്കുക ചെയ്തത്. ഏറ്റവും ആദ്യത്തെ എന്തായിരുന്നു? ആൽക്കെയിൻ. ആൽക്കെയിൻ എന്തായിരുന്നു? സിംഗിൾ ബോണ്ട് അല്ലെ. ആൽക്കെയിൻ സിംഗിൾ ബോണ്ട്. സെക്കൻഡ് എന്തായിരുന്നു? ആൽക്കീൻ. ഇത് കാണുമ്പോൾ അറിയണം കേട്ടോ, ഓർത്ത് നോക്കുക. തേർഡ് എന്തായിരുന്നു? ആൽക്കൈൻ. എന്തായിരുന്നു? ട്രിപ്പിൾ ബോണ്ട്. ഫോർത്ത് എന്തായിരുന്നു? ഹാലജൻ. ഹാലജൻ എന്ന് പറയുമ്പോൾ എക്സ് എന്നാണ് കൊടുത്തേക്കുന്നത്. എന്തായിരുന്നു? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡൈൻ. ഓക്കെ, ദെൻ ഫിഫ്ത്ത് എന്തായിരുന്നു? ആൽക്കഹോൾ. ആൽക്കഹോൾ എന്തായിരുന്നു? OH. ദെൻ സിക്സ്ത് എന്തായിരുന്നു? ആൽഡിഹൈഡ് അല്ലെ. ആൽഡിഹൈഡ് CHO. സെവൻത്ത് കീറ്റോൺ CO അല്ലെ, ഓർത്ത് നോക്കുക, അല്ലെങ്കിൽ C ഡബിൾ ബോണ്ടോ. ദെൻ എയ്ത്ത് എന്തായിരുന്നു? കാർബോക്സിലിക് ആസിഡ് COOH. ദെൻ നയൻത്ത് എന്തായിരുന്നു? എസ്റ്റർ അല്ലെ. എസ്റ്റർ എന്തായിരുന്നു? RC. ഈതർ ആയിരുന്നു എഴുതിയത്. ROR ഈതർ. ദെൻ ടെൻത്ത് എന്തായിരുന്നു? എസ്റ്റർ RCOOR ഡാഷ്. അല്ല, അതിൽ 6 വേണമെങ്കിൽ ചേർത്തു, അപ്പൊ പിന്നെ കുറച്ചും കൂടി എളുപ്പമായി. ഇങ്ങനെ പറഞ്ഞു RCH, ROH, RX. ദെൻ 11th എന്തായിരുന്നു? അമൈഡ് RCONH2. അമീനാണ് എഴുതിയത്. അമീൻ അമൈഡ് അല്ലെ, അടുപ്പിച്ചാ എഴുതിയത്. RNH2 RCONH2. Then 13 ഏതായിരുന്നു? നൈട്രൈൽ RCN. Then 14 RCOCl ആണോ RNO2 ആണോ എഴുതിയേക്കുന്നത്? COCl ആണോ RNO2 ആണോ എഴുതിയേക്കുന്നത്? RCOCl. Then last the RNO2. Then 14 അസൈൽ ഹാലൈഡ് കേട്ടോ. ഈ ക്ലോറിന് പകരം ബ്രോമിൻ കൊടുക്കാം. അപ്പൊ ഇതിന്റെ പേര് അസൈൽ, ACYL കേട്ടോ. അസൈൽ ഹാലൈഡ്. അസൈൽ ഹാലൈഡ്. ഇതെന്തായിരുന്നു? നൈട്രോ കണ്ടോ അല്ലെ. കുറെ പേര് പറഞ്ഞു അതിന്റെ അല്ലെ, ആ പേരും കൂടി അതും കൂടി പറയണം അല്ലെ. അതാണ് നിങ്ങൾക്ക് ആഗ്രഹം, അതുകൊണ്ട് അതും കൂടി എഴുതാം നമുക്ക്. ANE, ENE, YNE. ഇതെന്തായിരുന്നു? ഫ്ലൂറോ, ക്ലോറോ, ബ്രോമോ അല്ലെ. ക്ലോറോ എന്നൊക്കെ പറഞ്ഞാൽ മതി, ഒരെണ്ണം പറഞ്ഞാൽ മതി, ക്ലോറോ. ഇതെന്തായിരിക്കും? ആൽക്കഹോൾ ഓൾ, ആൽഡിഹൈഡ് ആൽ, കീറ്റോൺ ഓൺ, കാർബോക്സിലിക് ആസിഡ് ഓയിക്. ദെൻ ഈതറിന് എന്തായിരുന്നു? ഓക്സി, മെത്തോക്സി ഈഥെയ്ൻ. എസ്റ്റർ എന്തായിരുന്നു? OATE, മീഥൈൽ മെത്തനോയേറ്റ്, ഈഥൈൽ എത്തനോയേറ്റ് അല്ലെ. ഓക്കെ, OATE. ദെൻ നെക്സ്റ്റ് എന്തായിരുന്നു? അമീൻ. ദെൻ അമൈഡ്. ദെൻ എന്തായിരുന്നു?
നൈട്രൈൽ. അപ്പോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ചെയ്തത് ഇത് അതിന് മുമ്പത്തെ ക്ലാസ് ആണ് ആക്ച്വലി വരുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ ഇത് വെച്ചിട്ട് നമ്മൾ കുറെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക ചെയ്തത്. അതുകൊണ്ട് കുറച്ച് ഹോംവർക്കും തന്നു അല്ലെ, അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് മുമ്പത്തെ ക്ലാസ്സിലെടുത്താണ്, ലാസ്റ്റ് ക്ലാസ്സിൽ നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചതാണ്. ഇത് എല്ലാ ക്ലാസ്സുകളിലും എന്ത് ചെയ്യും, പറയിപ്പിക്കും, എല്ലാ ക്ലാസ്സുകളിലും പറയിപ്പിക്കും കേട്ടോ. അപ്പൊ അതുകൊണ്ട് എങ്കിൽ മാത്രമാണ് അത് കിട്ടുള്ളൂ. റിപ്പീറ്റേഷൻ വേണം. കാരണം ഇന്നിപ്പോ നിങ്ങൾ പറഞ്ഞു, ഇയാള് എന്ന് പറഞ്ഞു എന്ന് കരുതിയിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യും, അത് മറന്നു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇത് നിങ്ങൾ കുറെ ക്ലാസ് കൊണ്ട് ഇങ്ങനെ പതുക്കെ ആയി കഴിഞ്ഞാൽ അത് നന്നായിട്ട് നല്ല സ്പീഡിൽ ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ഓർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ ഭയങ്കര ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസുകളൊക്കെ ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. ഓക്കെ, അപ്പൊ പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക കേട്ടോ. ഓർത്ത് നോക്കുക. ഇതെന്തായിരുന്നു? ആൽക്കെയിൻ. ആൽക്കെയിൻ എന്തായിരുന്നു? സിംഗിൾ ബോണ്ട് അല്ലെ. ആൽക്കീൻ ഡബിൾ ബോണ്ട്. ആൽക്കൈൻ അല്ലെ, ട്രിപ്പിൾ ബോണ്ട്. ദെൻ നെക്സ്റ്റ് എന്തായിരുന്നു? ഹാലജൻ അല്ലെ. ഹാലജൻ ഒരെണ്ണം എക്സാമ്പിൾ ക്ലോറോ. ദെൻ നെക്സ്റ്റ് ആൽക്കഹോൾ, OH ഓൾ. ഇങ്ങനെ പറയണം കേട്ടോ. ആൽക്കഹോൾ, OH ഓൾ. Then next aldehyde, CHO al. Then next എന്തായിരുന്നു? കീറ്റോൺ ഓൺ, കീറ്റോൺ ഓൺ. Then carboxylic acid, OIC, carboxylic acid, OIC. Then next എന്തായിരുന്നു? കാർബോക്സിലിക് ആസിഡ് കഴിഞ്ഞിട്ട് ഈതർ അല്ലെ. ഇപ്പൊ ഈതർ നിങ്ങൾക്ക് അത്ര ഫെമിലിയർ അല്ല. എന്ത് ഇവിടെ ഞാൻ നിർത്തിയെന്ന് മനസ്സിലായോ? ഇവിടെയും വരെ നിങ്ങൾ എവിടെ പഠിച്ചതാണ്? 10th ഇത്രയും വരെ ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് അധികം ഉണ്ടായില്ല 10th അല്ലെ. ഈതർ എന്തായിരുന്നു? ഓക്സി. ഈതർ എന്താ? ഓക്സി. ദെൻ കാർബോക്സിലിക് ആസിഡ്, OATE അല്ലെ, മീഥൈൽ മെത്തനോയേറ്റ്. ദെൻ നെക്സ്റ്റ് അമീൻ, RNH2. ലാസ്റ്റ് 2 ക്ലാസ്സസ് കണ്ടന്റ് ആണ്. ഇന്ന് എല്ലാവരും ഇവിടെ വന്നിട്ട് പറയും കേട്ടോ. ഓർത്ത് നോക്കാം, അതാണ് വരുന്നത്. ഓക്കെ, വൈകി വന്ന ആൾക്കാർ പെട്ടെന്ന് എന്തായാലും പറയിപ്പിക്കും കേട്ടോ. ഓക്കെ, അതുകൊണ്ട് വേഗം പഠിച്ചു വെക്കണം, കിട്ടണം. ഇത് ഞാൻ ഒന്നും കൂടി എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ചിലവർ പറഞ്ഞു ആ ക്ലാസ്സിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊന്നും എഴുതിയാണ് ആക്ച്വലി കേട്ടോ. ഓക്കെ, വേഗം നോക്കി കേട്ടോ, വേഗം പഠിച്ചോ. ഒരു പ്രാവശ്യം എഴുതി വെച്ചു, ഇതിപ്പോ മാറ്റി കളയും കേട്ടോ. ഓർത്ത് നോക്കാം, ഒരു പ്രാവശ്യം ഇത് എഴുതി വെക്കണം കേട്ടോ. അമൈഡ് എന്തായിരുന്നു? RNH2. അമീൻ RNH2. അമൈഡ് RCONH2. ദെൻ നൈട്രൈൽ അല്ലെ, നൈട്രൈൽ CN, നൈട്രൈൽ CN, RCN എന്ന് പറഞ്ഞാലും മതി. RCOCl, അസൈൽ ഹാലൈഡ്. ദെൻ RNO2 നൈട്രോ കേട്ടോ. ഒരു പ്രാവശ്യം വേഗം എടുത്ത് എഴുതി വെച്ചോ. വിമലാണോ ഫസ്റ്റ് വന്ന് പറയുന്നത് കേട്ടോ? ഓക്കെ, വേഗം. ഇവരാണ് ലാസ്റ്റ് ക്ലാസ്സിൽ ഏറ്റവും ആദ്യം പറഞ്ഞത് കേട്ടോ. ഓൻ പറയണം കേട്ടോ. വേഗം നോക്കാം. അതെ, ഫസ്റ്റ് പറഞ്ഞ ചോദിച്ചു ഇത് കീറ്റോൺ അല്ലേ. കീറ്റോൺ വരുന്ന സമയത്ത് ഇവിടെ 1, ഇത് 2. അപ്പൊ 2-ethyl cyclohexanone, 2-ethyl cyclohexanone കേട്ടോ. ക്ലിയർ കേട്ടോ. ഇനി പ്രിപ്പറേഷൻ ചെയ്തോ. സഫിക്സ് ഉണ്ട്, പ്രിഫിക്സ് ഉണ്ട്. ഓൾമോസ്റ്റ് ഇതെല്ലാം എന്തായിരിക്കും? സഫിക്സ് ആണ്. ഇതിപ്പോ അതിൽ കണ്ടോ, ഈതർ കണ്ടോ? ഈതറിൽ സഫിക്സോ അല്ല പ്രിഫിക്സോ അല്ലാത്ത ഇന്റർമീഡിയറ്റ് ആയിട്ട് വരും എന്ന് പറഞ്ഞാൽ അതിൽ ഒരു R നമ്മൾ ഓക്സി ചേർത്ത് പറയണം, സ്മോളർ R ഉണ്ട്. 2 സ്ഥലത്ത് RO അല്ലേ. ഓക്കെ, അപ്പൊ മെത്തോക്സി ഈതേൻ ആണെങ്കിൽ ഈതേൻ, മെത്തോക്സി മീതേൻ ആണെങ്കിൽ മീതേൻ ഉണ്ടോ. CH3O CH3 അങ്ങനെയാണെങ്കിൽ എന്ത് പറയും? മെത്തോക്സി മീതേൻ. ഇനി CH3O C2H5 അങ്ങനെയാണ് ഇരിക്കണമെന്ന് കരുതാം. അപ്പൊ നമ്മൾ ചെറിയ ഗ്രൂപ്പിന്റെ ഒപ്പം ഓക്സി ചേർക്കും, മെത്തോക്സി. മറ്റെന്തായിരിക്കും? ഈതേൻ, മെത്തോക്സി ഒരെണ്ണം ഓക്സി ചേർത്ത് പറയും കേട്ടോ. ഓക്കെ, വേഗം എഴുതി പറയാൻ പറ്റും. കഴിഞ്ഞ ക്ലാസ്സിലല്ല, അതിന് മുമ്പത്തെ ക്ലാസ്സിലെടുത്ത ഏതാ? ഇത് ഈതറാണ്. ഈതറിനെ നമ്മൾ ഓക്സി ചേർക്കണം കേട്ടോ. ഓർത്ത് നോക്കാം. ഓക്സി ചേർത്തിട്ടാ പറയാ മെത്തോക്സി ഈതേൻ, എത്തോക്സി ഈതേൻ എന്നൊക്കെ പറയും. എസ്റ്റർ ഇങ്ങനെ ഒരു ഫോർമാറ്റിൽ കണ്ടാൽ അതിന് നമ്മൾ OATE ചേർക്കാം, OATE കേട്ടോ. ഓർത്ത് നോക്കാം. എക്സാമ്പിളൊക്കെ നമുക്ക് പഠിക്കാം, പക്ഷെ ഇത് ഇത്രയും കിട്ടണം. ഇങ്ങനെ കണ്ട എന്താന്ന് ഓർത്ത് നോക്കണം? എസ്റ്റർ കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ഇവിടെ CH3COO CH3, അപ്പൊ ഈഥൈൽ എത്തനോയേറ്റ് കേട്ടോ. ഓർത്ത് നോക്കാം, അങ്ങനെ കിട്ടും. RNH2 എന്തായിരുന്നു? അമീൻ കേട്ടോ. വേഗം ഇവിടെ വരെയെങ്കിലും നോക്കാം, പെട്ടെന്ന് നോക്കിയിട്ട് പറയണം കേട്ടോ. അമീൻ, AMINE, അമീൻ. ഇത് അമൈഡ്. ഇങ്ങനെ കണ്ട അമൈഡ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഇങ്ങനെ കണ്ട സീൻ കണ്ട എന്ത് പറയണം? നൈട്രൈൽ. ബാക്കി പ്രാക്ടീസാ. ഇത് കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോ ഏതാ ഇത്? അവിടെ കണ്ടോ? അസൈൽ എന്നല്ലേ, അസൈൽ. അപ്പൊ OYL ചേർക്കാം. അപ്പൊ ഇത് എത്തനോയൽ ക്ലോറൈഡ്. ഇവിടെ CH3CO ഉണ്ടോ? അപ്പൊ എത്ര കാർബൺ ഉണ്ട്? 2 അല്ലേ. അപ്പൊ എത്തനോയൽ ക്ലോറൈഡ് ഉണ്ടോ? ഓർത്ത് നോക്കാം. അസൈൽ ഹാലൈഡ് എന്നാണ് അതിനെ വിളിക്കുക. OYL ആണ് കേട്ടോ, എത്തനോയൽ ക്ലോറൈഡ്. RNO2 എന്ന് പറയുമ്പോൾ നൈട്രോ. ഇത് നൈട്രോ, ഇത് നൈട്രൈൽ.
CN വന്ന നൈട്രൈൽ, NO2 വന്ന നൈട്രോ കേട്ടോ. വേഗം ഉണ്ടായിരുന്നു അല്ലേ ക്ലാസ്സുകളിൽ, പിന്നെ കേട്ടോ വേഗം നോക്കും എന്നാ പറയേണ്ടി വരും കേട്ടോ. ഓക്കെ വേഗം പറയണം കേട്ടോ ഫസ്റ്റ്. അതോ ശരി, ഇങ്ങനെ രണ്ടുപേരും ആദ്യം തുടങ്ങി കേട്ടോ. അന്നേരം പിന്നെ ഓക്കെ ആണെന്ന് പറയുന്നുണ്ട്. വേഗം പറഞ്ഞേ. നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ എടുത്തേക്കുന്നല്ലേ ഇത് ഓൾറെഡി ആണോ? വേഗം കിട്ടണം കേട്ടോ. വീഡിയോ ഒന്ന് നോക്കണം കേട്ടോ. നമ്മൾ 2 ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് എടുത്തേക്കുന്നത്. കാരണം ഇത് തന്നെയായിരുന്നു, വേറെ ഒന്നും എടുത്തിട്ടില്ല. ഈ പറഞ്ഞതിന് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു, അതങ്ങനെ ചെയ്യുന്നു. കാരണം ഇതിൽ നമുക്ക് കുറെ ഡെപ്തിൽ പോകണം, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഇത്രയും വരെ വന്നേക്കുന്ന ചാപ്റ്റർ പോലെയല്ല ഇത്, നിങ്ങളുടെ ബേസ് ആണ് ആക്ച്വലി. അതുകൊണ്ട് അത്രയും ക്ലിയർ ആയിട്ട് കൊണ്ടുപോകണം. ആ പറയാൻ റെഡി. ROR എന്ന് പറയുമ്പോൾ CH3O CH3. അപ്പൊ എന്തോരം? എത്തോക്സി ഈഥെയ്ൻ. ചെറിയ ഗ്രൂപ്പിന്റെ ഒപ്പം ഓക്സിജൻ. എത്തനോയിൽ ക്ലോറൈഡ്, പ്രൊപ്പനോയിൽ ക്ലോറൈഡ്. 5 ആണെങ്കിൽ അപ്പൊ എന്ത് വിളിക്കും? പെന്റനോയിൽ ക്ലോറൈഡ്. അത് പേടിക്കണ്ട, നിങ്ങൾ ഈ ഇത് കണ്ടു കഴിഞ്ഞാൽ OYL എന്നുള്ള രീതിയിൽ ഓർത്ത് നോക്കണം. അത്രേ ഉള്ളൂ കേട്ടോ. ഇല്ല, NH2 തന്നെ വരാം കേട്ടോ. RCNH2. അവന്തിക നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സുകളിൽ എടുത്തേക്കുന്നത്, ഇപ്പൊ ഒന്നുകൊണ്ട് പറയാണ്, ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തേക്കുന്നതിനൊന്ന് സമ്മറൈസ് ചെയ്ത് 15 ഫങ്ഷൻ ഗ്രൂപ്പ് ആണ് നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും റണ്ണിങ് ആയിട്ട് വരേണ്ടത്. അതൊന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദെൻ അതിന്റെ കുറച്ചൊരു 20 ക്വസ്റ്റ്യൻസ് കൂടി നമ്മളിപ്പോ ഇന്ന് എഴുതാം. അപ്പൊ 50 ക്വസ്റ്റ്യൻ ആവും, 50 ആവും. എല്ലാവരും ഒന്ന് എടുത്തെഴുതണം കേട്ടോ. അവന്തിക്ക് ഒന്ന് എടുത്തെഴുതണം കേട്ടോ. ഇത് ഇത്രയും വരെ കറക്റ്റ് ആയിട്ട് നമ്മൾ കുറെ ക്ലാസ്സുകളിൽ എഴുതിക്കൊണ്ടിരുന്നത് എങ്ങനെ ഭയങ്കര ഡീറ്റെയിൽ ആ. ഇതെന്തായിരുന്നു? ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ, ഹാലജൻ, ദെൻ ആൽക്കഹോൾ, ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡ്, അതിന് ഓയിക്ക് അല്ലെ. ദെൻ ഈതർ, എസ്റ്റർ, അമീൻ, അമൈഡ്, നൈട്രൈൽ അല്ലെ. ദെൻ അസൈൽ ഹാലൈഡ്, നൈട്രോ. അപ്പൊ ഇത് നമ്മൾ ഹെഡിങ് ആയിട്ട് എഴുതി, എന്നിട്ട് അതിന്റെ താഴെ കുറെ എക്സാമ്പിൾ ആയിട്ട് എഴുതി. അങ്ങനെ ഒരു ക്ലാസ് മുഴുവൻ എടുത്തു. സെക്കൻഡ് ക്ലാസ്സിൽ ഇത് വെച്ച് നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്തു അല്ലെ. 30 ക്വസ്റ്റ്യൻസ് ആണ് ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്തത്. ഇന്ന് നമുക്ക് 20 ക്വസ്റ്റ്യൻസ് കൂടി ഇപ്പൊ ഒന്ന് എഴുതണം, പ്രാക്ടീസ് ചെയ്യണം, എന്നിട്ട് വീട്ടിൽ പോയിട്ട് ചെയ്തു നോക്കണം കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഇതിന്റെ ഇപ്പൊ ലാസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഞാൻ ഇവിടെ പറഞ്ഞു എല്ലാത്തിന്റെ ആൻസർ പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്, വീട്ടിൽ പോയിട്ട് എഴുതാൻ പറഞ്ഞത്. അപ്പൊ കിട്ടിയില്ല അല്ലെ. കുറച്ച് പേര് പറഞ്ഞു അത് കിട്ടിയില്ല എന്ന് പറഞ്ഞു. അത് അവർ ചെയ്യാൻ നോക്കിയോണ്ട. ബാക്കി ആൾക്കാർ ഒന്നല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, അവർ ഹോംവർക്ക് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചെയ്ത ആൾക്കാരുണ്ടാവും, ഒട്ടും ചെയ്യാത്ത ആൾക്കാരുണ്ടാവും അല്ലെ. കുറച്ചെങ്കിലും നോക്കുമ്പോൾ ആണ് ഡൗട്ട് എങ്കിലും വരിക. അപ്പൊ നിങ്ങൾക്ക് സെൽഫ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയാൻ ലാസ്റ്റ് ക്ലാസ്സിൽ ഇന്ന് നമ്മൾ 20 ചെയ്യും കേട്ടോ. ഓക്കെ, 20 ചെയ്യുമ്പോൾ ആൻസർ ആദ്യം ഞാൻ പറയും. അത് കഴിഞ്ഞിട്ട് വീണ്ടും എന്ത് ചെയ്യണം, ഇൻഡിവിജ്വലി നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യും, എന്നാലേ കിട്ടത്തുള്ളൂ കേട്ടോ. ഓക്കെ, എഴുതി എല്ലാവരും സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഒന്ന് പറഞ്ഞു. കോൺഫിഡൻസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാനിത് പിടിച്ചു അവർക്ക് alkane, alkene, alkyne, halogen, alcohol, OL, OH, aldehyde, AL, CHO, ketone, ketone on carboxylic acid, OIC, COOH, ether, ROR, ester, RCOOR, amine, RNH2, amide, RCONH2, nitrile, CN,
RCOR, acyl halide, പിന്നെ nitro compound RNH. ശരിയാണ് അടുത്ത അല്ലേ? ക്ലോറിൻ അല്ല എക്സ് എന്ത് വേണമെങ്കിലും കൊടുക്കും കേട്ടോ. RCOCl അതിന് എത്തനോയൽ എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. കുഴപ്പമില്ല, രണ്ടെണ്ണം കിട്ടാത്തല്ലോ, അത് കുഴപ്പമില്ല. അന്തരം പഠിക്കും കേട്ടോ, ഇത് പറഞ്ഞാൽ പറ്റുള്ളൂ കേട്ടോ. റെഡി അല്ലേ? നിനക്ക് ഞാൻ വീട്ടിൽ വിളിച്ച് പറയും കേട്ടോ. ട്രൈ ചെയ്ത് ഞാൻ 10 കിട്ടില്ലേ? 10 വരെ ഓക്കെ അല്ലേ? അത്രയും പറഞ്ഞാൽ മതി. ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞല്ലേ? വരിക ഞാൻ പറഞ്ഞു പിന്നെ 10 എന്തായാലും പറയേണ്ടി വരും. Alkane, alkene, alkyne, halogen, alcohol OH, aldehyde CHO, ketone C double bond O, oic acid COOH, either ROR, ester RCE, COOR dash, amine RNH2, amide RCONH2, amide, nitrile RCN, acyl halide RCOCl, RCOX, nitro RNO. പ്രാക്ടീസ് സെക്ഷൻ ആണ്. നിങ്ങൾ അറിയില്ല എന്ന് പറയുന്ന ആള് 10 വരെയെങ്കിലും പറയേണ്ടി വരും. പേര് പറയിപ്പിക്കും എല്ലാവരും കൊണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് 10 വരെ പെർഫെക്റ്റ് ആയിട്ട് എന്തായാലും കിട്ടിയിരിക്കണം. ദെൻ വിപുലാണ് 10 വരെ പറയാന്ന് പോകുന്നത്. 10 വരെ ഓക്കെ അല്ലേ? 2 minutes Hi. Alkane, alkyne, halogens, alcohol, OH, oil, aldehyde, CHO, ketone, amine, carboxylic acid, oic acid, either ROR, ester RCOOR, amine RNH2, amide RCNH2, nitrite അത്രയും വരെ പഠിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, 10 വരെ പറഞ്ഞിട്ട് അല്ലേ 13 വരെ എത്തി. 10 വരെ alkane, halogen, alcohol OH, aldehyde CHO, ketone C double bond O, ketone, carboxylic acid RCOH, either RCOR, ester RCOR. ബാക്കി കൂടി നോക്കണം കേട്ടോ. അപ്പൊ കൂടി ഇപ്പൊ പറയിപ്പിക്കാം കേട്ടോ. 10 വരെ റെഡി അല്ലേ? 10 വരെ ഫോൺ വിളിച്ച് പറഞ്ഞു 10 വരെ ഓക്കെ അല്ലേ? അത് കുഴപ്പമില്ല, കേട്ടോ.
alkene, alkyne, alkyde, പിന്നെ ഹാലജൻ, പിന്നെ ആൽക്കഹോൾ, ആൽക്കഹോൾ കഴിഞ്ഞ പിന്നെ എന്തായിരുന്നു? ആൽഡിഹൈഡ്, പിന്നെ ആൽക്കഹോൾ, പിന്നെ കാർബോക്സിൽ ആസിഡ്, COOH, പിന്നെ ഓയിക് ആസിഡ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഈതർ എന്തായിരുന്നു? എസ്റ്റർ കൂടി പറഞ്ഞാൽ 10 ആണ്. നൈട്രൈഡ് നൈട്രേറ്റ് RCN ആണ് നൈട്രേറ്റ്. RCN നൈട്രൈഡ്. എസ്റ്റർ എന്തായിരുന്നു? എസ്റ്റർ COOH. ഏകദേശം 10 കൂടുതൽ പറഞ്ഞു അല്ലെ? ഞാൻ ഈ നോക്കുന്ന വേറെ ഒന്നുമില്ല, നിങ്ങളൊന്നും ഓർഡറില്ല കേട്ടോ. 15 വരെ പറയാം കേട്ടോ. അവിടെ alkane, halogen, alcohol OH, aldehyde CHOAL, ketone C-double-bond-O, ONE, carboxylic acid, oic acid, COOH, ether ROR, ester RCOOR dash, amide RNH2, amine RNH2, nitrile RCN, acyl halide RCOCl, nitro RNO2. ഞാൻ പറയുന്നില്ല കേട്ടോ. ഇല്ലല്ല, 10 വരെ നോക്കിയാൽ മതി. 10 വരെ കിട്ടിയാൽ മതി. 10 വരെ ഓക്കെ അല്ല? 15 വരെ ഓക്കെ അല്ലേ? 10 ആണോ? Alkane, alkyne, halogen, alcohol OH, aldehyde CHO, carboxylic acid COOH, ketone C-double-bond-O, ether ROR, ester COOR. പിന്നെ അതേന്ന് പറഞ്ഞോട്ടെ. amine RNH2, amide CONH2, പിന്നെ നൈട്രേറ്റ് RCN, നൈട്രോ RNO2, പിന്നെ അസൈൽ ഹാലൈഡ് RCOCl. കേട്ടോ. ഇതില് നിങ്ങളൊരു ധ്യാനം ചെയ്യും. Alkane, alkyne, halogens, alcohol OH, aldehyde CHO, ketone RCOR, carboxylic acid RCOOH, ether oxy ROR, ester O8 RCOOR, RNH2 amine, RCONH2 amide, RCOCl acyl halide, RNO2 RCN nitrate.
Alkane, alkyne, halogens, പിന്നെ ആൽക്കഹോൾ OH, ആൽഡിഹൈഡ് CHO, പിന്നെ കീറ്റോൺ CO, കാർബോക്സിലിക് ആസിഡ് COOH, ഈത്തർ ROR, പിന്നെ എസ്റ്റർ RCOH. R ആണ് CO. ഫുൾ കിട്ടുമല്ലോ. കിട്ടുന്ന അത്ര നല്ല ഷാർപ്പായിട്ട് പറയാം. മിനിമം തന്നെയാണ് കേട്ടോ. ലാസ്റ്റ് ക്ലാസ്സിൽ ഇല്ലാത്തതുകൊണ്ടാണ്. Alkane, alkene, alkyne, halogen, alcohol OH, aldehyde RCHO, ketone RC double bond R, ether ROR, ester RCOOR, amine RNH2, amide RCONH2, nitrile RCN, acyl halide RCOCl, nitro R. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തേക്കുന്ന ചാപ്റ്റർ ഉണ്ടല്ലോ, ആ ചാപ്റ്ററിൽ നോമൻക്ലേച്ചർ ആയിട്ട് പറഞ്ഞല്ലോ, അത് പറയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഒന്ന് പ്രാക്ടീസ് ചെയ്തോ, നിങ്ങൾക്കൊന്ന് പറയുക കേട്ടോ. Alkane, alkyne, alkyne, halogen, alcohol OH, aldehyde CHO, ketone എന്തായിരുന്നു, RCOR, കാർബോക്സിലിക് ആസിഡ് COOH, ഈതർ ROR, എസ്റ്റർ RCOOR-, amine RNH2, amide RCONH2, nitrile RCl, acyl halide RCOCl, nitrocarbon RNO2. അസൈൽ ഹാലൈഡ് OYL ആണ്, എത്തനോയിൽ ക്ലോറൈഡ്. മനസ്സിലായോ? പ്രൊപ്പനോയിൽ OYL ആണ് കേട്ടോ. ഓക്കെ, അത് ഹെഡിങ് എഴുതിയപ്പോ അസൈൽ ഹാലൈഡ് എന്ന് മാത്രം എഴുതിയതാണ്, ശരിക്കും OYL ആണ് കേട്ടോ. OYL ആണ് അതിന്റെ എന്താണ്, നൈട്രോ വരുമ്പോ നൈട്രോ തന്നെ കേട്ടോ. നൈട്രോ മീഥെയ്ൻ, നൈട്രോ പ്രൊപ്പൈൻ, നൈട്രോ പെന്റെയ്ൻ, അങ്ങനെ തന്നെ പോകും കേട്ടോ. ഓക്കെ, അതിന് മാത്രമേ ഉള്ളൂ നമ്മൾ അങ്ങനെ എഴുതിയപ്പോ അങ്ങനെ എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. Alkane, alkene, alkyne, halogen, alcohol OH, aldehyde CHO, Al, carboxylic acid COOH, ketone C double bond O,
ester ROR, either ROR, ester RCOR, amine RNH2, amide RCONH2, nitro RNO2, nitriles RCN, acyl halide RCOCN. നൈട്രോ RNO2. alkane, alkene, alkyne, alcohol, halogen, alcohol OH, aldehyde, CHO, alcohol, aldehyde, ketone, RCOR, പിന്നെ carboxylic acid, COOH, ether, ether, ROR, ester, ഒരു മിനിറ്റ് ഞാൻ പറയാം. ഓക്കെ, എസ്റ്റർ COOR ഡാഷ്. പിന്നെ ഉണ്ടായിരുന്നില്ല അമീൻ, ഒരു മിനിറ്റ് കുറച്ച് സമയം എടുക്കും. അമീൻ NH2, amide CONH2, nitriles CN, acyl halide, nitro compound, nitro compound NO2. ഓക്കെ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഇതിന്റെ ക്ലൈമാക്സ് കേട്ടോ, റയോണാണ് പറയാം കേട്ടോ. ടൈം തരില്ല, പറയണത്ര കേട്ടോ. ചെയ്യുന്നു alkane, alkene, alkyne, RX halogen, ROH alcohol, RCHO aldehyde, ROR, RCOR ketone, RCOH carboxylic acid, ROR ether, RCOR ester, RNH2 amine, RCONH2 amide. Then അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ ഒന്നും കൂടി അൾട്രാ ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് വരണം. കാരണം നമ്മൾ 30 ക്വസ്റ്റ്യൻ തന്നു കേട്ടോ. ഓക്കെ, ഇന്നൊരു 10 ക്വസ്റ്റ്യൻസ് കൂടി ഇപ്പൊ പെട്ടെന്ന് നമ്മൾ നോക്കും കേട്ടോ. ഇത് ഓൺഗോയിങ് പ്രോസസ് ആണ്. ഈ ചാപ്റ്ററിന്റെ മെയിൻ കണ്ടന്റ് എന്നുള്ളതല്ല ഇതില് നോമൻക്ലേച്ചേഴ്സും ബാക്കി കാര്യങ്ങളും ക്ലിയർ ആണെങ്കിലാണ് ഇനിയുള്ള +2ലേക്ക് ഉള്ള 5 ചാപ്റ്റർ കേട്ടോ. അല്ലെങ്കിൽ 4 ചാപ്റ്റേഴ്സും ഡയറക്റ്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കിലെ 4 ചാപ്റ്റേഴ്സിന് വേണ്ടിയിട്ടാണ് ഇത് നിങ്ങൾ ചെയ്തു വെക്കുന്നത് കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ ടഫ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇത് പറയുന്നത്, റിപ്പീറ്റ് ചെയ്ത് നന്നായിട്ട് ക്ലിയർ ആവുക കേട്ടോ. ഓക്കെ, ദെൻ ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്തേക്കുന്ന അതേ പ്രോസസ് ആണ്. അപ്പൊ അടുത്ത ക്ലാസ്സിലായാലും നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് വരണം. ഇതുപോലെ ടൈം തരില്ല, ഇതുപോലെ എടുത്ത് എഴുതില്ല കേട്ടോ. ഓക്കെ, പ്രീവിയസ് ക്ലാസ്സുകൾ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വരാവൂ കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഒരു ഗ്യാപ്പ് ഒന്നും വരില്ല. ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയാൽ മതി, മുഴുവനൊന്നും ആവില്ല, ഏകദേശം ഒന്ന് നോക്കിയോ. മെയിൻ കാര്യമുണ്ട്, അപ്പൊ അത് പറഞ്ഞിട്ടുണ്ടാവും, ജസ്റ്റ് ഒന്ന് പഠിക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇതില് 31 കേട്ടോ, ക്വസ്റ്റ്യൻ നമ്പർ 31 മുതൽ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 31 കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിനു മുമ്പ് വരാത്ത ആൾക്കാർ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് നോക്കാം കേട്ടോ. ഇൻഡിവിജ്വലി അതിലുള്ള ഡൗട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വീണ്ടും പറഞ്ഞു തരാം കേട്ടോ. അപ്പോ 31 റൂളൊക്കെ എഴുതിയിട്ടാണ് നമ്മൾ ചെയ്തത് കേട്ടോ. ലാസ്റ്റ് ക്ലാസ്സിൽ ഇല്ലാത്ത ആൾക്കാർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല, അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക.
കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നുള്ളൂ, എന്നാൽ ഇക്വിലിബ്രിയം നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. ഇക്വിലിബ്രിയം എക്സാമിനുള്ള ആൾക്കാരുണ്ട് അല്ലേ? ഓക്കെ, ഇല്ല എക്സാമിനില്ല. എന്റെ ഒപ്പം എടുത്ത് എഴുതണം കേട്ടോ. ഇതിന്റെ ഇടയിൽ ഗ്യാപ്പ് ഇട്ട് വേഗം വേഗം എഴുതി പോട്ടോ. ഒരുമിച്ച് എഴുതണം. ഇതിന്റെ ഇടയിൽ പേര് എഴുതാനായിട്ടുള്ള ഗ്യാപ്പ് ഇട്ടേക്കണം കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് നിങ്ങളെ കൊണ്ട് തന്നെ പറയിപ്പിക്കും. അതുകൊണ്ട് വേഗം നോക്കുക. കുറച്ച് ക്വസ്റ്റ്യനൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരാം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എഴുതിയേക്കുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ, ഇതിലേക്ക് ആണ് നമ്മൾ ബാക്കി ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യുന്നത്. തേർട്ടി 33 വിട്ടല്ലേ? ഇവിടെ കേട്ടോ. 33 ഒരു ചെറിയ ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും ക്വസ്റ്റ്യൻ കേട്ടോ. 10 ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യണം. അങ്ങനെ ഒരു 50 ക്വസ്റ്റ്യൻസ് സാധാരണ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കോംപ്ലക്സ് ക്വസ്റ്റ്യനിലേക്ക് ഒക്കെ പോകാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻസുകളും സാധാരണ ഫോർമാറ്റും ഇതാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ 2-3 റൂൾ വെച്ചിട്ട് നമ്മൾ ഇത് കൊണ്ടുപോകുന്നത് അല്ലേ? നമുക്കൊരു 5 റൂൾസ് ഉണ്ട്. സബ് ബ്രാഞ്ച് ചെയിൻ വരുന്നത്, അതുപോലെ തന്നെ ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് തന്നെ പ്രയോറിറ്റി ഓർഡർ വരുന്നതാണ് ഏറ്റവും ലാസ്റ്റത്തത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇത് ക്ലിയർ ആയിട്ട് പഠിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ ചെയ്യുന്ന മെത്തേഡ് അല്ലെങ്കിൽ എല്ലാവരും കൂടി ഒരു പരുവാവും, എല്ലാവരും കൂടി അങ്ങ് മിക്സ് ആവാൻ തുടങ്ങും. അപ്പോൾ ടഫ് ആവും. അതുകൊണ്ടാണ് ഇതിനു മുമ്പത്തെ ക്ലാസ്സിലുള്ളത് പതുക്കനെ നിങ്ങൾ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു പുതിയ കുട്ടിയെ ഒരാൾ വരുന്നു അതിനിടയ്ക്ക് ഏറ്റവും ടഫസ്റ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ അതോടുകൂടി എന്ത് ചെയ്യും? കൺഫ്യൂസ്ഡ് ആയി പോകും. അതുകൊണ്ട് ഓർഡറിൽ തന്നെ നിങ്ങൾ ഇതിനു മുമ്പത്തെ ആ ഒരു 30 വരെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയിട്ട് എന്ത് ചെയ്യുക? 40 ചെയ്തു, 50 ചെയ്തു, കഴിഞ്ഞിട്ട് മാത്രം അടുത്തതിലേക്ക് കൊണ്ടുവരാം. അപ്പൊ ഓരോന്നിന്റെ പേര് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇതിന്റെ നോമൻക്ലേച്ചർ തുടങ്ങുമ്പോൾ എങ്ങനെയായിരിക്കും? 1, 2, 3, 4. ലാസ്റ്റ് ക്ലാസ്സിൽ ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടി പറയാണ്. ലോങ് ചെയിൻ കണ്ടെയ്നിങ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ആ റൂളാണ് ആദ്യം ഓർത്ത് വെക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇത് കാണുമ്പോൾ ഒരു ചെയിൻ, കാർബൺ ആണ് ചെയിൻ എടുക്കേണ്ടത്, അല്ലാതെ ഓക്സിജനെ നമ്പർ ചെയ്യാൻ പറ്റില്ല. കാർബണിനെ മാത്രമേ നമ്പർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ള കാർബൺ ആയതുകൊണ്ടാണ് ഇവിടുന്ന് തുടങ്ങുന്നത്. കണ്ടോ? അപ്പൊ ആർക്കാണ് പ്രയോറിറ്റി വരേണ്ടത്? ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പൊ ഫങ്ഷണൽ ഗ്രൂപ്പിന് നമ്പർ എന്താണ്? ലോവസ്റ്റ് നമ്പർ കിട്ടുന്ന രീതിയിൽ നമ്പർ ചെയ്യണം. then ഇവിടെ ബ്രാഞ്ച് ഉണ്ട്, ആ ബ്രാഞ്ചിനും കിട്ടുന്നുണ്ട്. ഇനി ഇതിന്റെ പേര് എഴുതുമ്പോ 2-methyl ഇത് എത്ര വന്നു? ടോട്ടൽ 4 വന്ന എന്തായിരിക്കും? ബ്യൂട്ട്. 4 വന്ന ബ്യൂട്ട്. CH വന്ന എന്തായിരുന്നു? ആൽ. CH വന്ന ആൽ. അപ്പോ 2-methyl butanal ഫസ്റ്റ് പൊസിഷനിലാണ്. അതുകൊണ്ട് അല്ലെ, ഫസ്റ്റ് പൊസിഷൻ ഒരാളേ ഉള്ളൂ അല്ലെ? ഓർത്ത് നോക്കുക. അപ്പൊ അതുകൊണ്ട് 1 തന്നെയാണ് അല്ലെ? അപ്പൊ 1. അപ്പൊ 1 പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ഓർത്ത് നോക്കുക. അതുകൊണ്ടാണ് ബ്യൂട്ടനാൽ എന്ന് എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. 2-methyl. അപ്പൊ ഈ ഇത് കണ്ടത് ഇങ്ങനെ റൗണ്ട് ചെയ്തേക്കുന്നത്, ഇത് ബ്രാഞ്ച് ആയി വന്നു.
1 കാർബൺ ബ്രാഞ്ച് ആകുമ്പോഴാണ് മീത്തൈൽ YL ചേർക്കുന്നത്. അപ്പൊ 2 കാർബൺ ആണെങ്കിൽ എന്ത് കൊടുക്കും? ഇത്തൈൽ. 3 ആണെങ്കിൽ പ്രൊപ്പൈൽ YL. കേട്ടോ ഓർത്തോക്ക, YNE അല്ല, YNE ട്രിപ്പിൾ ബോണ്ട് ആണ്, YL. അപ്പോ 1 കാർബൺ ബ്രാഞ്ച് ആയിട്ട് കേട്ടോ ഇതുപോലെ ബ്രാഞ്ച് ആയിട്ട് വന്ന മീത്തൈൽ. നെക്സ്റ്റ് ഇവിടെ നോക്കിയേ, ഇതിലെ ലോങ് ചെയിൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യോ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യോ? ആർക്കാ പ്രയോറിറ്റി? ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പൊ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ, നേരത്തെ അവിടെ നിന്ന് തുടങ്ങി. ഇത് ഇവിടെ നിന്ന് 1 2 3 4 5 6 ഇതാണ് ലോങ് ചെയിൻ. ലോങ് ചെയിനിൽ ആരൊക്കെയാ ബ്രാഞ്ച് വന്നേക്കുന്നത്? 1 ഇതുണ്ടോ ഓർത്ത് നോക്കുക, 2 3. ഈ ലോങ് ചെയിൻ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഒരു ഫ്ലാറ്റില് 6 ഫ്ലോർ ഉണ്ട് എന്ന് കരുതാം. 6 ഫ്ലോർ അല്ലെ? ഓക്കെ, അതില് നമ്മൾ പറയാണ് 7B എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്തായിരിക്കും? ആ 7th ഫ്ലോറിൽ ബിയിൽ ഒരു വീടുണ്ട്, അങ്ങനെയല്ലേ മനസ്സിലാവുക അല്ലെ? ഓർത്ത് നോക്കാം. അപ്പോ നിങ്ങൾ ആരെങ്കിലും ഒരാള് ആ ഒരു ഫ്ലാറ്റില് 6 ഫ്ലോർ ഉള്ള ഫ്ലാറ്റ് ആണ്, അതില് പറയാണ് 3യിലാണ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ മീനിങ്? 3rd ഫ്ലോറിലാണ് അവിടെ നിൽക്കുന്നു, അതിന്റെ പൊസിഷൻ ആ പറയുന്നത് അല്ലെ? ഓർത്ത് നോക്കുക. അല്ലാതെ അയാൾ 3 ആയി എന്നാണോ? 3 പേഴ്സൺസ് ഉണ്ടെന്നാണോ? അല്ല. ഓക്കെ, അപ്പോ ഇവിടെ ഓർത്ത് നോക്കുക, ഇവിടെ നമ്പർ കൊടുക്കും. ഈ 2 കണ്ടാ നിങ്ങൾ ഓർത്ത് നോക്കണം എന്താ? 2 മീതിയിൽ നിന്നാണോ അതിന്റെ മീനിങ്? അല്ല, സെക്കൻഡ് പൊസിഷനിലുണ്ട്. അപ്പോ ഇവിടെ ആരൊക്കെയാണ് പൊസിഷൻ വന്നേക്കുന്നത്? 4. 4ൽ ആരൊക്കെയുണ്ട്? മീതയിൽ അല്ലെ? 4ൽ തന്നെ വീണ്ടും മീതയിലുണ്ട്. പിന്നെ എന്തുണ്ട്? 5ലുണ്ട്. അപ്പൊ എവിടേക്കാ വന്നേക്കുന്നത്? എന്റെ പേര് എഴുതുമ്പോ എവിടെയാണ് ഞാൻ എന്റെ നോമൻക്ലേച്ചർ എഴുതുന്നത്? 4 അല്ലെ, 4 കണ്ടോ? 4ൽ 2 ആൾക്കാരുണ്ട്. പിന്നെ എവിടെയാ വന്നേക്കുന്നത്? 5. അപ്പൊ ടോട്ടൽ എത്ര പേരായി? 3 വന്ന ട്രൈ, 2 വന്നപ്പോ എന്തായിരിക്കും? ഡൈ, 4 വന്ന ടെട്രാ. അപ്പോ 3 ആണ് ട്രൈ മീത്തൈൽ. ട്രൈ മീത്തൈൽ. പിന്നെന്ത് പറയും? ട്രൈ മീത്തൈൽ. ഇവര് പറഞ്ഞു ട്രൈ മീത്തൈൽ എന്തായിരിക്കും? ഹെക്സൻ 2-on. ഹെക്സൻ 2-on. ഹെക്സ് എന്ന് പറഞ്ഞാൽ എത്രയാ? 6. എവിടെയാണോ ഓൺ വന്നേക്കുന്നത്? സെക്കൻഡ് പൊസിഷൻ. അപ്പോ ഹെക്സൻ 2-on. ഇത് ഒരുമിച്ച് എഴുതണം കേട്ടോ, അവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് എഴുതുന്നത്. ഹെക്സൻ 2-on. ഓൺ മീൻസ് കീറ്റോൺ. കണ്ടോ ഓർത്തോക, 2-on. ക്ലിയർ ആണോ? ഓക്കെ, 4,4,5 ഇത് എന്തിനാ ഇങ്ങനെ എഴുതിയത്? പൊസിഷൻ അല്ലെ? 6 ഫ്ലോർ ഉള്ള ഒരു നമ്പേഴ്സ് ആണെന്ന് കരുതാ. അതിൽ ഓരോ ഫ്ലോറിലും അല്ലെ 4th 2 CST വന്നു, അതുകൊണ്ടാണ് 4,4. 5th ഒരു CST വന്നു. അതിന്റെ പേര് എഴുതിയിരിക്കുന്നതിന്റെ റീസൺ ഒക്കെ മൈൻഡില് ക്ലാരിറ്റിയിൽ കിട്ടാം. 33 എന്തായിരുന്നു എന്റെ പേര്? എവിടെന്നാ നമ്പർ ചെയ്യാം? 1 അല്ലെ, 2 3. അപ്പൊ എന്തായിരിക്കും? 1 ബ്രോമോ അല്ലെ? 1 ബ്രോമോ. എത്രയുണ്ട്? 3 വന്ന എന്താ? പ്രൊപ്പെയിൻ. അപ്പൊ 1 ബ്രോമോ പ്രൊപ്പെയിൻ അല്ലെങ്കിൽ ബ്രോമോ പ്രൊപ്പെയിൻ എന്ന് പറഞ്ഞാലും മതി, കാരണം എന്താ പൊസിഷൻ പറയണം നിർബന്ധമില്ല അല്ലെ 1ന്. ഓക്കെ, അപ്പൊ 1 ബ്രോമോ പ്രൊപ്പെയിൻ അല്ലെങ്കിൽ ബ്രോമോ പ്രൊപ്പെയിൻ. ഹൈഫൺ വേണ്ട, ബ്രോമോ പ്രൊപ്പെയിൻ. സ്മോൾ ലെറ്റർ ആണ്. ചോദിച്ചോ. എന്തുകൊണ്ടായിരിക്കും? ആർക്കാ പ്രയോറിറ്റി? ഫങ്ഷണൽ ഗ്രൂപ്പ്. എന്തിനാ അങ്ങനെ ഇട്ടത്? ഫങ്ഷണൽ ഗ്രൂപ്പ്. അതാണ് പറഞ്ഞോണ്ടിരുന്നത്. ഇത് ഞാൻ എഴുതി പറഞ്ഞില്ല, ഇവിടെ നിന്നാണ് കേട്ടോ. ചോദിച്ചു നോക്കോട്ടെ, കുഴപ്പമില്ല, മനസ്സിലാവണം. അപ്പൊ എന്തിനാ എങ്ങനെ ചെയ്യുന്നത്? ആർക്ക് പ്രയോറിറ്റി? ഫങ്ഷൻ ഗ്രൂപ്പ്. ഫങ്ഷൻ ഗ്രൂപ്പ് ഇല്ലെങ്കിൽ ബ്രാഞ്ചിന് കണ്ടോ ഓർത്ത് വെക്കാം. അപ്പൊ അങ്ങനെ ഓർത്ത് വെക്കുക ക്ലിയർ ആയിട്ട്. ഇപ്പൊ ഇവിടെ ആർക്കാ ഫങ്ഷണൽ ഗ്രൂപ്പ്? ഇവിടെ നിന്ന്. ഇതെന്തുകൊണ്ടാ? ബ്രോമിന് ഇവിടെ വന്നു അല്ലേ? ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന്. ഇനി ഇത് എവിടെ നിന്ന് നമ്പർ ചെയ്യും? ഇവിടെ നിന്ന് ചെയ്യൂ, ഇവിടെ നിന്ന് ചെയ്യൂ. എന്തുകൊണ്ടാ? കേട്ടോ ഓർത്ത് നോക്കുക, റൂൾ ഓർത്ത് നോക്കുക. നിങ്ങൾ പറയണം കേട്ടോ. ഇനി ഓരോരുത്തരായിട്ട് പറയാം. 1 2 3 4 5. ഇത് കണ്ടു കഴിഞ്ഞാൽ ഏത് ഫങ്ഷൻ ഗ്രൂപ്പ് ആയിരുന്നു? അസൈൽ അല്ലോ കേട്ടോ. ഓരോരോ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ പറയിപ്പിച്ചു പോകും. എല്ലാവരും ഒന്ന് റെഡി ആയിട്ട് കേട്ടോ. ഓക്കെ, അസൈലാണ്. അസൈലിനെ വിളിക്കുന്നത് OYL ചേർത്തിട്ടാണ്. എന്താ വിളിക്കുന്നത്? OYL. അപ്പൊ ടോട്ടൽ എത്രയുണ്ട്? 5 വന്നാൽ എന്ത് വിളിക്കും? പെന്റനോയൽ ക്ലോറൈഡ്. പെന്റനോയൽ ക്ലോറൈഡ് കേട്ടോ. വളരെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കിട്ടുള്ളൂ. ശ്രദ്ധിച്ചോട്ടാ. പെന്റനോയൽ OYL കേട്ടോ. പെന്റനോയൽ ക്ലോറൈഡ്. ഇപ്പൊ ബ്രോമിൻ വന്നാൽ എന്ത് കൊടുക്കും? പെന്റനോയൽ ബ്രോമൈഡ്. പറ്റില്ല, ഇല്ല കണ്ടോ. 1 ക്ലോറോ എന്ന് പറയുമ്പോൾ ആരെ പോലെ ആലോചിക്കും? ഇയാളെ പോലെ കണ്ടോ. ഓക്കെ, 1ല് ക്ലോറിൻ ഡയറക്റ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്യുമ്പോഴാണ് 1 ക്ലോറോ അല്ലെ? ഓക്കെ, ഇതെന്താ? ഒരു ഫങ്ഷൻ ഗ്രൂപ്പിന്റെ ടോട്ടൽ പേരാണത് കേട്ടോ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? OL ക്ലോറൈഡ് എന്ന് തന്നെ എഴുതണം കേട്ടോ. ഓക്കെ,
പെന്റനോയിൽ ക്ലോറൈഡ്. ദെൻ നിങ്ങൾ 3 പേരും കൂടി കേട്ടോ. ഓക്കെ, നന്ദന ആൻഡ് നിങ്ങൾ ടീം, ഇതിന്റെ പേര് 35 എന്തായിരിക്കും? ഈസിയാണ്, ഞാൻ പറഞ്ഞു. എന്താ മൈഡ? 1 2 3 വന്നിട്ടുണ്ട്. അപ്പൊ എന്തായിരിക്കും? പ്രൊപ്പൻ അമൈഡ് കേട്ടോ, പ്രൊപ്പനമൈഡ്. ഇത് നിങ്ങൾ ഇവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്ന ഒരു ഏരിയ ആണ് ബോണ്ട് ലൈൻ ഫോർമുല. ഇങ്ങനെ എഴുതുന്നതിന് എന്താ വിളിക്കുന്നത്? ബോണ്ട് ലൈൻ ഫോർമുല. ബോണ്ട് ലൈൻ ഫോർമുലയുടെ മീനിങ് ഇതാണ്. ഈ ഒരു ജംഗ്ഷൻ അവിടെ കാർബൺ ഉണ്ടാവും, പിന്നെ ക്രോസ് ആകുന്ന എല്ലാ ജംഗ്ഷനിലും കാർബൺ ഉണ്ട് എന്നാണ് അതിന്റെ മീനിങ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? CH3, ഇവിടെ എന്തായിരിക്കും? C, ഇവിടെ എന്തായിരിക്കും? CH, അങ്ങനെ പോകുന്നതാണ്. അപ്പോ ഇതിന്റെ ചെയിൻ എടുക്കുമ്പോൾ ഇവിടെ നിന്ന് നമ്പർ ചെയ്യും, ഇവിടെയൊക്കെ കാർബൺ ഉണ്ട് എന്നാണ് അതിന്റെ മീനിങ്. 1 2 3 4 5 6 ഉണ്ടോ? ഓർത്ത് നോക്കാം. 1 2 3 4 5 6. ദെൻ 6 വന്ന എന്താ? ഹെക്സ് ആണ്. ഈ ഡബിൾ ബോണ്ട് വന്നേക്കുന്നത് എന്താ? കീറ്റോൺ. ഡബിൾ ബോണ്ട് വന്നത് എന്താ? കീറ്റോൺ. ഇനി ഈ 3 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരെണ്ണം കൊടുത്താൽ മീഥൈൽ എന്നാണ്, ഇങ്ങനെ ഒരെണ്ണം കൊടുത്താൽ എന്തായിരിക്കും? ഈഥൈൽ. ഇങ്ങനെ ഒരെണ്ണം കൊടുത്താൽ എന്തായിരിക്കും? പ്രൊപ്പൈൽ കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഓരോ ജംഗ്ഷനിലും കാർബൺ ഉണ്ടെന്നാണ് അതിന്റെ മീനിങ് അല്ലെ? ഓക്കെ, അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു ജസ്റ്റ് വെറുതെ കൊടുത്താൽ അതിന്റെ അർത്ഥം എന്താ? ഒരു ബ്രാഞ്ച്, ഇതുപോലെ ബ്രാഞ്ച് ആണെന്ന് അർത്ഥം. CH3 കണ്ടോ? ഓക്കെ, ഇതുപോലെ കൊടുക്കുന്നതിന് പകരമാണ് ബോണ്ട് ലൈനിൽ ഇങ്ങനെ കൊടുക്കുക. അപ്പൊ ഇതിന്റെ പേരെന്തായിരിക്കും നമ്മൾ നോക്കുന്നത് അല്ലെ? തേർഡിൽ ആര് വന്നിട്ടുണ്ട്? മീഥൈൽ. അപ്പോ 3 മീഥൈൽ 3ഉം 4ഉം ഉണ്ടല്ലേ, അത് ശ്രദ്ധിച്ചില്ല കണ്ടോ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ 3,4 എന്ത് വരും? ഡൈമീഥൈൽ കേട്ടോ. ഓക്കെ, 3,4 ഡൈമീഥൈൽ. ഡൈമീഥൈൽ. പിന്നെ എന്ത് വരും? ഹെക്സൻ. എന്ത് വരും? 2 ഓൺ. സെക്കൻഡ് പൊസിഷനിലാണ് ഓൺ കേട്ടോ. 2 ഓൺ. വീട്ടിൽ പോയിട്ട് ഒന്നും കൂടി പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഇതിന്റെ താഴെ നിങ്ങൾക്ക് തനിയെ എഴുതാൻ പറ്റുന്നുണ്ടോ നോക്കണം കേട്ടോ. ഓക്കെ, ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ട് വന്നാൽ നമ്മൾ കഴിഞ്ഞ 10th പഠിച്ചതാണ് സൈക്ലോ. ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ട് വന്നാൽ എന്തായിരിക്കും? സൈക്ലോ. അപ്പോ ഇവിടെ നോക്കിയേ, ആർക്കാ പ്രയോറിറ്റി കൊടുക്കണം എന്ന് പറഞ്ഞേക്കുന്നത് ഞാൻ? ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പൊ നമ്പർ എവിടെ നിന്ന് കൊടുക്കും നോക്കിയേ? നമ്പർ ഇടണം കേട്ടോ, അല്ലാതെ നിങ്ങൾ ചെയ്യരുത്. 1 2 3 4 5. നിങ്ങൾ ചെയ്യുന്ന മെത്തേഡ് ശ്രദ്ധിക്കുക. ഞാൻ എഴുതുമ്പോൾ എപ്പോഴും ഓരോ കോമ്പൗണ്ട് കാണുമ്പോൾ അതിന്റെ നമ്പർ കറക്റ്റ് ആയിട്ട് ഇടുന്നു, അല്ലാതെ എനിക്ക് കാണാതിന്റെ ആൻസർ പറയാം അല്ലേ? പക്ഷെ അങ്ങനെയല്ല, നമ്പർ നിങ്ങൾ ഇടണം. ഇനി തേർഡിൽ ആര് വന്നിട്ടുണ്ട്? CH3. ഫോർത്തിൽ ആര് വന്നിട്ടുണ്ട്? CH3. അപ്പൊ എങ്ങനെ എഴുതും? നേരത്തെ എഴുതിയ പോലെ 3,4 ഡൈ മീഥൈൽ. അത് കഴിഞ്ഞിട്ട് ക്ലോസ് ആയി വന്ന എന്തായിരിക്കും? സൈക്ലോ. ക്ലോസ് ആയിട്ട് വന്ന സൈക്ലോ. അപ്പൊ സൈക്ലോ. ഇനി എന്താ? പെന്റ്. ഡബിൾ ബോണ്ട് വന്ന എന്തായിരുന്നു? ഓൺ. പെന്റനോൺ. 3,4 ഡൈമീഥൈൽ സൈക്ലോപെന്റനോൺ. ഒന്നും കൊടുത്തില്ല എങ്കിൽ അത് 1 എന്നാണ് അതിന്റെ മീനിങ് കണ്ടോ. ഓക്കെ, 1 എന്നാണ് അതിന്റെ മീനിങ്. അല്ലെങ്കിൽ നമ്മൾ നമ്പറൊക്കെ കൊടുക്കേണ്ടി വരും അല്ലെ? ഓക്കെ, അപ്പൊ 3,4 ഡൈമീഥൈൽ സൈക്ലോപെന്റനോൺ. ഇത്രയും വരെ എടുത്തെഴുതിയോ എല്ലാവരും? ക്ലിയർ ആണോ? ഓക്കെ, ചോദിച്ചു. ഏത്? ഇതാണോ? ഇതാണോ? ഇവിടത്തെ ആണോ? 37 ആണോ മോനെ? 36 ശ്രദ്ധിക്കാം. ഇങ്ങനെ എഴുതുന്നതിന് ബോണ്ട് ലൈൻ ഫോർമുല എന്നാണ് വിളിക്കുക. ഇതിന്റെ മീനിങ് ഈ ഓരോ ജംഗ്ഷനിലും കാർബൺ ഉണ്ട്. ഇതുണ്ടോ? ഇവിടെ എല്ലാം കാർബൺ ഉണ്ടെന്ന് നമ്മൾ മൈൻഡ് കൊണ്ട് വിചാരിക്കണം. നെസസറി ഹൈഡ്രജൻ ഉണ്ടാവും. ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ ഈ കാർബണിന് ആവശ്യമുള്ള ഹൈഡ്രജൻ ഉണ്ട് എന്നാണ് അതിന്റെ മീനിങ്. അപ്പൊ ഇവിടെ ആണെങ്കിൽ ഒന്നുമില്ല. ഇവിടെ CH2 CH കണ്ടോ? ഓർത്ത് നോക്കുക. ഇവിടെ CH, ഇവിടെ CH2. ഇതുണ്ടെന്ന് നമ്മൾ വിചാരിച്ചേക്കണം കണ്ടോ? ഓർത്ത് നോക്കുക. അപ്പൊ ഇങ്ങനെ കണ്ടോ, ഓരോ ജംഗ്ഷനില് കാർബൺ ഉണ്ട്. 6 ആക് ലൈനിലോ ഇങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ദെൻ നെക്സ്റ്റ് മോളിലേക്ക് ഒരെണ്ണം വന്നിട്ടുണ്ട്, ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ ഒരു CH3 CH3. ക്ലിയർ ആണോ ഇത്രയും? ഓക്കെ, ഇനി നമ്മൾ നമ്പർ ചെയ്തപ്പോൾ ഈ സൈഡിൽ നിന്ന് നമ്പർ ചെയ്യാൻ ഇവിടെ കീറ്റോൺ, C ഡബിൾ ബോണ്ട് കീറ്റോൺ ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ നമ്പർ ചെയ്തത്. തേർഡില് ഇങ്ങനെ മുകളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം 1 കാർബൺ ഉണ്ട് കേട്ടോ. ഓക്കെ, ദെൻ ഇവിടെയും ഫോർത്തില് അല്ലെ താഴേക്ക് വന്നിട്ടുണ്ട് 1 കാർബൺ ഉണ്ട്. അതുകൊണ്ടാണ് 3,4 ഡൈമീഥൈൽ ഉണ്ടോ? ഓർത്ത് നോക്കുക, 2 മീഥൈൽ വന്നു. ദെൻ ടോട്ടൽ ആയിട്ട് വന്നേക്കുന്ന 6 ആണ് ഹെക്സൻ അല്ലെ. സെക്കൻഡ് പൊസിഷനിൽ ഓൺ ഉണ്ടോ? 2 ഓൺ ഉണ്ട്.
ഓക്കെ ആണോ ദിയ? കേട്ടോ ഓക്കെ. ആ അപ്പോ ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ക്ലിയർ ആവും കേട്ടോ. ഓക്കെ, ഇതെന്തായിരുന്നു? ഇതിൽ നോക്കാം. ഇതിൽ കീറ്റോൺ വന്നേക്കുന്നത് ഇതാണ് ആക്ച്വലി അല്ലെ, കീറ്റോൺ. അപ്പൊ എന്തായിരിക്കും നമ്പർ ചെയ്യുമ്പോ 1 2 3 4. എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തു? അതുകൊണ്ട് പറഞ്ഞു. ഫസ്റ്റ് പ്രയോറിറ്റി കീറ്റോൺ ആയതുകൊണ്ട് 1 കൊടുത്തു. പിന്നെ എനിക്ക് വേണമെങ്കിൽ ഇതിന് കൊടുക്കാമായിരുന്നല്ലേ. ഇത് മീതയിലാണ്, ഇതിന് ഞാൻ കൊടുത്തു. ഇത് ഈതയിലാണ്. രണ്ട് ഇത് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഈതയിൽ. ഞാൻ ഈതയിലാണ് സെക്കൻഡ് കൊടുത്തത്. എന്തുകൊണ്ട് ഈതയിലിന് കൊടുത്തു അത് പറയണം. മീതയിൽ ഈതയിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആർക്ക് പ്രയോറിറ്റി കൊടുക്കും? മീതയിൽ ഈതയിൽ. ഈതയിലിന് പ്രയോറിറ്റി കൊടുക്കാൻ കാരണം എന്തായിരുന്നു? ആൽഫബറ്റിക് റൂൾ. ആൽഫബറ്റിക് റൂൾ അല്ലെ? ഓക്കെ, ആൽഫബറ്റിക് റൂൾ അനുസരിച്ചാണ്. ഇപ്പൊ ഹരിയും വിമലിനും രണ്ടുപേർക്കും 100 ഔട്ട് ഓഫ് 100 മാർക്ക് കിട്ടിയേക്കാണ്. ഫസ്റ്റ് റാങ്ക് ആർക്ക് കൊടുക്കും? ഒരാൾക്ക് കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ആർക്ക് ഹരിയും കൊടുക്കും? ശരിക്കും റൂൾ അനുസരിച്ച് ആർക്ക് കൊടുക്കും? ഹരിക്ക് കൊടുക്കും. കാരണം എന്താ? ആൽഫബറ്റിക് റൂൾ. ആൽഫബറ്റിക് റൂളിൽ എച്ച് ആണ് അല്ലെ. എച്ച് കഴിഞ്ഞിട്ട് എന്ത് കൊടുക്കുള്ളൂ? ബി അല്ലെ, ബി വരുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ആക്ച്വലി വരുന്നത്. അങ്ങനെയാണ് PSC എൻട്രൻസ് ഒക്കെ അങ്ങനെയാണ് കേട്ടോ. ഓക്കെ, അറിയാലോ. അതുകൊണ്ടല്ലേ ഉള്ള പേരൊക്കെ ഇടുമ്പോ അല്ലെ ആദ്യത്തെ പേരുകൾ ഇടും കേട്ടോ. ഓർത്ത് നോക്കാം. PSC അതുപോലെ എൻട്രൻസ് എല്ലാത്തിലും എന്താണ് അല്ലേ? ആ ലാസ്റ്റ് ഞാൻ ഫുള്ള് അടയ്ക്കുന്ന ആളായതുകൊണ്ട് ഇഷ്യൂ അല്ല അല്ലെ. ഓക്കെ, ഓർത്ത് നോക്കാം. അപ്പൊ ബാക്കി ആൾക്കാർക്ക് അങ്ങനെ ഫുള്ളൊന്നും കിട്ടാറില്ല അല്ലെ. ഓക്കെ, ഹയർ എക്സാമുകൾക്ക് അങ്ങനെയൊക്കെ വരും കേട്ടോ. ഓക്കെ, അപ്പോ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇതാണല്ലോ അല്ലെ. ഇതിൽ തന്നെ വരും. ഇതിലും പ്രൊഫൈലും വന്ന ആരെടുക്കും? ഇതിൽ പ്രയോറിറ്റി അനുസരിച്ച് പ്രയോറിറ്റി നമ്പർ ചെയ്യുമ്പോൾ കേട്ടോ. ഓക്കെ, അപ്പോ ഈ സൈഡിൽ എടുക്കാനായിട്ടുള്ള കാരണമാണ് ഇവിടെ 2 എണ്ണം വന്നിട്ടുണ്ട്. 2 എണ്ണം വരാന്ന് പറഞ്ഞാൽ എന്താ? ഇതിങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരണം അല്ലെ. ഇവിടെ ഒരു കാർബൺ ഉണ്ട്, ഇവിടെ കാർബൺ, അതുകൊണ്ട് ഇത് ഇവിടെ 1 കാർബൺ ഉള്ളതുകൊണ്ടാണ് മീതേൽ. അപ്പൊ ഇതിന്റെ പേരെന്തായിരിക്കും? 2 ഈതൈൽ. 2 ഈതൈലിന്റെ മീനിങ് എന്താ? സെക്കൻഡ് പൊസിഷനില് ഈതൈൽ. സെക്കൻഡ് പൊസിഷനില് ഈതൈൽ. 2 ഈതൈൽ പറയും. 4 മീതൈൽ. 4 മീതൈൽ. പിന്നെന്ത് വരും? സൈക്ലോ ബ്യൂട്ടനോൺ. സൈക്ലോ ബ്യൂട്ടനോൺ ഉണ്ടോ? Z ഉണ്ടോ? Z4 അല്ലെ. Z എന്തായിരുന്നു? Z4 സയോൺ അല്ലെ. Z അതിന്റെ പേരെന്തായിരുന്നു? വേം പറ. കിട്ടിയോ? ബ്യൂട്ടൈൻ കേട്ടോ. ഓർത്തോക്കെ. ശരിക്കും ഇത് തുടങ്ങണ സമയത്ത് എൻട്രൻസിലൊക്കെ നമ്മൾ ABCD മുഴുവൻ എഴുതിപ്പിക്കും. ബിക്കൊക്കെ വേറെ നോമൻക്ലേച്ചർ റൂൾ ഉണ്ട്, ടെക്സ്റ്റ് ബുക്കിലില്ല. 2 സൈക്ലിക് ഒക്കെ വരും. അപ്പോ ABCD ഒക്കെ വരും. D എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അല്ലെ? അങ്ങനെ വരും. X എന്തായിരിക്കും? X എന്തായിരിക്കും? X എന്താ? 2,2 ഡൈമീതേൽ ഉണ്ടോ? അവിടെ കിട്ടി. പ്രൊപ്പൈൻ. അപ്പൊ ആ രീതിയിലാണ്. Z എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അപ്പൊ 1 2 3 4 ബ്യൂട്ടൈൻ. ഇനി ഇതെന്താണ് ഇങ്ങനെ കുത്തി വരച്ചേക്കുന്നത്? എന്താണ് പരിപാടി? നമ്പർ എങ്ങനെ കൊടുക്കും? 1 2 3 4 5 6. 2-ല് എത്ര ബ്രാഞ്ച് ഉണ്ട്? ഇത് ബ്രാഞ്ച് അല്ലേ വന്നേക്കുന്നത് കണ്ടോ? 2-ല് ഇങ്ങനെ 2 എണ്ണം അല്ലെ. 4-ലും 2 എണ്ണം ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ എന്തായിരിക്കും? 2,2 എന്ത് വരും? 4,4 ഉണ്ടോ? ഈ 2-ല് 2 എണ്ണം ഇങ്ങനെ വന്നിട്ടില്ലേ? ഓർത്ത് നോക്കാം. അപ്പൊ എത്രയായി ടോട്ടൽ? 1 2 3 4. 4 വന്ന ടെട്രാ. ടെട്രാമീഥൈൽ. ടെട്രാമീഥൈൽ പേരെന്തായിരിക്കും? ഹെക്സൈൻ. ടെട്രാമീഥൈൽ ഹെക്സൈൻ. ടെട്രാമീഥൈൽ ഹെക്സൈൻ. ടെട്രാമീഥൈൽ ഹെക്സൈൻ. ശ്രദ്ധിക്കുക. ഇതിനു മുമ്പത്തെ ക്ലാസ്സുകളിൽ നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതാണ്. അപ്പോ ക്ലിയർ ആയിട്ട് ചെയ്യണം. ഇതിങ്ങനെ വരണ സമയത്ത് ക്ലിയർ ചെയ്ത് പോകണം കേട്ടോ. ഓക്കെ, എന്താ പറഞ്ഞോ? 36 ഒന്നുകൂടി പറയണോ? ഓക്കെ, ഇവിടെ നിന്നാണ് നമ്പർ ചെയ്യുക. 1 2 3 4 5 6. ഇത് ഓക്കെ ആണോ? ഓക്കെ, ഇതിൽ ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ വന്നിട്ടില്ലേ? അതിന്റെ മീനിങ് എന്താ? മീതയിൽ എന്നാണ്. അപ്പൊ 3rd മീതയിൽ വന്നിട്ടുണ്ട് അല്ലെ. 4th ഇങ്ങനെ താഴേക്ക് വന്നിട്ടില്ലേ? അപ്പൊ അവിടെയും മീതയിൽ ഉണ്ട്. അതുകൊണ്ടാണ് 3,4 2 പ്രാവശ്യം മീതയിൽ വന്നുകൊണ്ട് ഡൈമീതയിൽ.
പിന്നെന്തെഴുതും നമ്മള്? ടോട്ടൽ എത്രയുണ്ട്? 6 വരെ. അപ്പൊ എന്തായിരുന്നു? ഹെക്സൻ. ഇനി ഇവിടെ ഡബിൾ ബോണ്ടോ വന്ന കീറ്റോൺ ആണ്. കീറ്റോൺ എന്താ കൊടുക്കുക? ഓൺ. ഉണ്ടോ? 2. അങ്ങനെയാ വരുന്നത് കേട്ടോ. നമ്പറിംഗ് ഫംഗ്ഷൻ ഗ്രൂപ്പിന് പ്രയോറിറ്റി കൊടുക്കണം. ഇല്ല, ഇവിടെ നിന്ന് എടുക്കണം. ലോങ് ചെയിൻ കണ്ടെയ്നിങ് ഫംഗ്ഷൻ ഗ്രൂപ്പ്. റൂൾ എന്താ? ലോങ് ചെയിൻ കണ്ടെയ്നിങ് ഫംഗ്ഷൻ ഗ്രൂപ്പ്. അപ്പൊ ഇതിനാവുമ്പോ നമുക്ക് ഇവിടെ നിന്ന് തന്നെ തുടങ്ങാൻ പറ്റും അല്ലെ? ഓക്കെ. എടുക്കുന്നത് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. ലോങ് ചെയിൻ, കാർബൺ കാർബൺ ചെയിൻ എടുക്കണം. അതിലെവിടെയാണോ ഫംഗ്ഷൻ ഗ്രൂപ്പ് അവിടെ നിന്ന് അല്ലെ അതിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്യണം. അത്രേ ഉള്ളൂ റൂൾ. ഓക്കെ. ഏതാ? അതെ, ഈ സൈഡിലാണ് ഫംഗ്ഷൻ ഗ്രൂപ്പ് വന്നിരിക്കുന്നത്. അപ്പുറത്ത് ഇവിടെ ആയിരുന്നു വെച്ചെങ്കിൽ ഇവിടെ നിന്ന് നമ്പർ ചെയ്യണം. ഉണ്ടോ? ഇപ്പൊ ഇത് നമ്പർ ചെയ്യാൻ ഇവിടെ കാരണം എന്താ? ഇവിടെ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഉണ്ട്. ഉണ്ടോ? ഇത് ഇവിടെ നിന്ന് നമ്പർ ചെയ്യാൻ കാരണം എന്താ? അവിടെ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഉണ്ടോ? ചെയ്ത് തന്നെ ക്ലിയർ ആണോ? അതുകൊണ്ടാ അങ്ങനെ ഒന്ന് ചോദിക്കണം കേട്ടോ. ഇവിടെ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ ഇന്ററാക്ട് ചെയ്ത് ചോദിച്ചുകൊണ്ടേ ഇരിക്കുക, ക്ലിയർ ചെയ്യുക കേട്ടോ. ഓക്കെ. അത് ക്ലിയർ ചെയ്തിട്ട് എന്ത് ക്ലോസ്ഡ് അല്ലെ? ക്ലോസ്ഡ് വരുന്ന സമയത്ത് ഇതാണ് നമുക്ക് പ്രയോറിറ്റി. അവിടെ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഉണ്ട് അല്ലെ? ക്ലോസ് ചെയിൻ ഉണ്ട്, അതിൽ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഉണ്ട്. അതുകൊണ്ട് എവിടെ നിന്ന് നമ്പർ തുടങ്ങി? 1. ഫംഗ്ഷൻ ഗ്രൂപ്പിൽ നിന്ന് നമ്പർ തുടങ്ങി 2, 3, 4 ഉണ്ടോ? ഇങ്ങനെ നമ്പർ ഇട്ടാൽ അതിന്റെ മീനിങ് അതാണ് മെയിൻ ചെയിൻ. ബാക്കിയുള്ളതൊക്കെ വരുന്നത് എവിടെയാണ് അതിന്റെ പൊസിഷൻ നോക്കൂ. ഇനി അതിൽ നോക്കിയേ, സെക്കൻഡ് പൊസിഷനിൽ 2 കാർബൺ വന്ന 2 ഈത്തൈൽ ഉണ്ടോ? ഫോർത്ത് പൊസിഷനിൽ 1 കാർബൺ അല്ലേ വന്നിട്ടുള്ളൂ അല്ലെ? ഇങ്ങനെ എഴുതിയ 1 കാർബൺ അല്ലെ? 1 കാർബൺ. അപ്പൊ എന്താണ്? 4 മീത്തൈൽ. പിന്നെ ടോട്ടൽ എന്താണ്? ക്ലോസ്ഡ് ആയ എന്ത് കൊടുക്കണം? സൈക്ലോ ബ്യൂട്ട് അല്ലെ? ബ്യൂട്ട് എന്ന് പറഞ്ഞാൽ 4 വന്നുകൊണ്ട് ഓൺ കൊടുത്തത് എന്തുകൊണ്ടോ? കീറ്റോൺ ആയി കേട്ടോ. അപ്പോ നിങ്ങൾ ചെയ്തേക്കുന്നത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇന്ന് തന്നെ വീട്ടിൽ പോയിട്ട് വീണ്ടും ഒന്ന് എഴുതി നോക്കണം. അപ്പൊ കൺഫ്യൂഷൻ വരും, എവിടെ നിന്ന് എന്തിനാ അങ്ങനെയൊക്കെ വരും. അത് ഇങ്ങനെ ഇന്ററാക്ട് ചെയ്യുക കേട്ടോ. ഒരു പോയിന്റ് എത്തുമ്പോൾ നന്നായിട്ട് മനസ്സിലായി തുടങ്ങും. അതുവരെ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കണം. പ്രാക്ടീസ് ചെയ്യുന്ന മറക്കരുത്. ഏതാ അല്ലെ? നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ ഗ്രൂപ്പ് വേണ്ട, പോയി റെഫർ ചെയ്യാനായിട്ട് വരരുത്. ഇപ്പൊ COCl കണ്ടു, അസൈലാണോ ഓയിലാണ് അത് കിട്ടിയാൽ മതി കേട്ടോ. ഓക്കെ. അപ്പൊ ഓയിൽ, മെത്തൻ ഓയിൽ അല്ലെ? മെത്തൻ ഓയിൽ ഇവിടെ നമ്മൾ ചെയ്തല്ലോ. ഇത് കണ്ടോ? പെന്റനോയിൽ ക്ലോറൈഡ് കണ്ടോ? ഓർത്ത് നോക്കുക. നിങ്ങൾക്ക് അത്ര ഫെമിലിയർ അല്ല, അതുകൊണ്ടാണ് അത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് അല്ലെ? ഓയിക്കൊക്കെ നിങ്ങൾക്ക് അറിയാം, COH വരുന്ന എത്തനോയിക് ആസിഡ്, പ്രൊപ്പനോയിക് ആസിഡ്, അതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് അതൊന്ന് ഓർഡറിൽ ഓർത്ത് നോക്കാം കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് ഇക്വിലിബ്രിയം വരാത്ത ആൾക്കാരുണ്ടായിരുന്നു അല്ലെ? ഓക്കെ. കുറച്ച് പേര് വരാത്ത ആൾക്കാരുണ്ടായി. വീഡിയോ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടായി. നോട്ട് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. കംപ്ലീറ്റ് ചെയ്തില്ലേ നോട്ട് അല്ലേ? ഓക്കെ. ഇതിൽ അവര് ഫോട്ടോ കോപ്പി ഒക്കെ എടുത്ത് റെഡി ആയിട്ടുണ്ടായി. അതുകൊണ്ട് നമുക്കൊന്ന് ആ ചാപ്റ്റർ ഒന്ന് ബ്രീഫ് ചെയ്യാം കേട്ടോ. മുഴുവനല്ല, ഏകദേശം ആ ചാപ്റ്ററിന്റെ ടോട്ടൽ കണ്ടന്റുകൾ ഒന്ന് ബ്രീഫ് ചെയ്ത് പറയാം. ശ്രദ്ധിച്ചിരിക്കുക. ഇക്വിലിബ്രിയത്തിന്റെ ഒന്ന് ബ്രീഫ് ചെയ്യാണ് നിങ്ങൾ വരാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട്. ഇവിടെ ശ്രദ്ധിക്കുക, ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ആയിട്ടുള്ള കുറച്ച് കെമിക്കൽ റിയാക്ഷൻ ആണ്. അതിൽ റിയാക്ടന്റ് പ്രൊഡക്റ്റ് ആവും, പ്രൊഡക്റ്റ് വീണ്ടും എന്താവും? റിയാക്ടന്റ് ആവും. അപ്പോ റിയാക്ടന്റ് എന്ന് പറയുമ്പോൾ A+B ഗീവ്സ് എന്ത് എഴുതുന്നു? C+D. ഈ C+D വീണ്ടും റിയാക്ട് ചെയ്ത് എന്താവും? A+B വരും. ഇതാണ് ഫോർവേഡ്. ഇതെന്തായിരിക്കും? ബാക്ക്വേർഡ്. അപ്പൊ ഇക്വിലിബ്രിയത്തിന്റെ ഫസ്റ്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. അതാണ് എന്ത്? ഇക്വിലിബ്രിയം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൈൻഡിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഓർത്തു നോക്കുക. ഇക്വിലിബ്രിയത്തിന്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾ പഠിക്കുന്ന 10th-ലാണ്. 10th പഠിച്ചേക്കുന്ന ആ എക്സാമ്പിൾ ഇതാണ്. CH3 COOH എത്തനോയിക് ആസിഡ് പ്ലസ് CH3 OH അല്ലെങ്കിൽ C2H5OH വെച്ചാൽ ചില ആൾക്കാർക്ക് അത് കുറച്ചും കൂടി കിട്ടുമായിരിക്കും. C2H5OH. ഇത് കാർബോക്സിലിക് ആസിഡ് പ്ലസ് ആൽക്കഹോൾ. ഇവിടെ നിങ്ങൾ ചെയ്യുമ്പോൾ H+ കൂടി കൊടുത്തേക്കണം. ഇതെന്തായി മാറും? CH3 COO C2H5 പ്ലസ് H2O. കേട്ടോ? ഓർത്തോക്കെ ഇവിടെ സംഭവിക്കുന്നത് ഇവിടെ നോക്കിയേ, ഇവിടെ നിന്നുള്ള ഒരു H
ഇവിടത്തെ ഒരു OH എച്ചും OHും കൂടി ചേർന്ന് എന്താവും H2O മാറും. ബാക്കി എന്തുണ്ട് CH3COO കണ്ടോ COO ഇവിടുന്ന് C2H5 കൂടി ജോയിൻ ചെയ്തു. ഇതിനെ വിളിക്കുന്ന പേരാണ് എസ്റ്റർ അല്ലെ. ഓർത്ത് നോക്കാം. എസ്റ്ററിൽ നമ്മൾ പറഞ്ഞേക്കുന്നത് എന്തായിരിക്കും? ഇതിന്റെ പേരെന്തായിരിക്കും? ഇതിനെയാണ് നമ്മൾ ഓയിൽ ചേർത്ത് പറയുക. അപ്പൊ ഇത് നോക്കിയേ, എത്തനോയൽ ഇവിടെ 1 2 ഉണ്ട് അല്ലെ. സോറി, ഈതയിലാണ്, എത്തനോയിൽ അല്ല. ഈതൈൽ then OAT ചേർത്താണ് ഇതിനെ പറയാ എത്തനോയേറ്റ്. ഈതൈൽ എത്തനോയേറ്റ് എസ്റ്റർ ആണ്. ഇത് നിങ്ങൾ 10th പഠിച്ചിട്ടുണ്ട്. 10th എസ്റ്ററിന്റെ എസ്ട്രിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ പഠിച്ചു. ഇത് ഇക്വിലിബ്രിയം ആണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്തിട്ട് എസ്റ്റർ ഉണ്ടാവും. എസ്റ്ററിനെ നമ്മൾ എന്താ വിളിക്കുക? ഫ്രൂട്ടി സ്മെൽ അല്ലെ. നല്ല ഫ്രൂട്ടി സ്മെൽ ആയിരിക്കും. നിങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ ഡേ ടു ഡേ ലൈഫിലാണ് അത് പറഞ്ഞിട്ടാണ് നമ്മൾ ഓർത്തു വെക്കുക. ഒരു ഇക്വിലിബ്രിയം നോക്കുകയാണെങ്കിൽ മാംഗോ കടിച്ചിട്ടില്ലേ? പച്ച മാങ്ങ കടിച്ചു കഴിഞ്ഞാൽ എന്ത് ടേസ്റ്റ് ആയിരിക്കും? സോർ എന്ന് പറഞ്ഞാൽ ഡാഷ് ആണ്, ആസിഡ് ആണ്, ശരിയല്ലേ? അപ്പൊ എന്താവും? ആസിഡ് ആണ് സോർ എന്ന് പറയുമ്പോൾ. ഇനി കുറച്ച് നാൾ കഴിയുമ്പോ ആ മാങ്ങ നന്നായിട്ട് എന്താവും അല്ലെ? പഴുത്തിരിക്കുന്ന മാങ്ങ എടുത്ത് നിങ്ങൾ കടിച്ചു നോക്കിയേ. അപ്പൊ സോറൊക്കെ കുറഞ്ഞ് നല്ല ഫ്രൂട്ടി സ്മെല്ല് വരില്ലേ? ആ കഴിക്കുന്നതാണ് എസ്റ്റർ. ഇനി അത് തിരിച്ച് ബാക്കിലേക്ക് പോവും. അതെങ്ങനെയാന്ന് പറയാം. നിങ്ങൾ നല്ല കട്ട് ചെയ്തേക്കുന്ന ആ മാങ്ങയൊക്കെ കഴിച്ചു, കുറെ ഉണ്ടായിരുന്നു, കട്ട് ചെയ്തിട്ട് അവിടെ പ്ലേറ്റ് അടച്ചു വെച്ചിട്ട് മറന്നുപോയി ഫ്രിഡ്ജിൽ വെക്കാതെ ആയിട്ട്. പിറ്റേ ദിവസം എടുക്കുകയാണ്, അവിടെ ഇരിപ്പുണ്ട്, നല്ല ഭംഗിയിൽ അടച്ചു വെച്ചേക്കായിരുന്നു. ഒന്നും അറിയാതെ എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ എന്ത് ടേസ്റ്റ് വരും? പുളി കൂടും അല്ലെ. ഇപ്പൊ ജ്യൂസിനൊക്കെ പുളി കൂടി കഴിഞ്ഞാൽ നമ്മൾ ചീത്തയായോ എന്നാവോ എന്നൊക്കെ പറയും അല്ലെ. ഓർത്ത് നോക്കാം. പുളി കൂടി കഴിഞ്ഞാൽ തിരിച്ചെന്താവും? ഫ്രൂട്ട്സ് ഒക്കെ നിങ്ങൾ അല്ലെ ഫ്രഷ് ജ്യൂസ് ഒക്കെ പറഞ്ഞ് കഴിക്കുമ്പോൾ അതൊന്നും ടേസ്റ്റ് വ്യത്യാസം എന്നൊക്കെ പറയും. ടേസ്റ്റ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്ത് കൂടും? പുളി കൂടും. അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ മനസ്സിലാവും എന്ത് പറ്റും? ചീത്തയായി കഴിഞ്ഞാൽ അവനെന്താവും? തിരിച്ചടിക്കും. ആരാവും? കാർബോക്സിലിക് ആസിഡ്. അപ്പൊ നല്ല പഴുത്ത മാങ്ങയാണെങ്കിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? എസ്റ്റർ. നല്ല ടേസ്റ്റ് ആയിട്ട് വെക്കും അല്ലെ. ഇത്തിരി വാടിപ്പഴുത്ത ഇതൊക്കെ ആണെങ്കിൽ അവിടെ ആര് കിടക്കും അല്ലെ. ഓക്കെ, ഇനി നിങ്ങൾക്കറിയാം മാങ്ങ ഒരേ കളറിൽ പഴുത്ത് ഇങ്ങനെ നിൽക്കാനായിട്ടുള്ള കാരണം അപ്പൊ എന്തായിരിക്കും? കടയിൽ കണ്ടല്ലേ ചില ഫ്രൂട്ട് ഇങ്ങനെ എല്ലാം ഒരേ കളറായിരിക്കും. അതിൽ ചില സാധനങ്ങൾ ഇട്ടിട്ട് എന്താവും? ഈ പ്രോസസ്സ് മാറ്റി അവരെന്താവും? പെട്ടെന്ന് എസ്റ്ററിലേക്ക് ആവാനായിട്ട് ഇടുന്ന ചില സബ്സ്റ്റൻസ് ഉണ്ട്, ഞാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ നോർമലി അത് അങ്ങനെ മാറ്റിയെടുക്കുന്നതാണ്. അപ്പൊ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ കണ്ടേക്കുന്ന ഇക്വിലിബ്രിയം അത് തന്നെയാണ് അല്ലെ. ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് അതാണ്. ഈ ചാപ്റ്ററിൽ തുടങ്ങുന്ന ആദ്യം ഫിസിക്കൽ ഇക്വിലിബ്രിയം ആണ്. ഫിസിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ ഫിസിക്കൽ സ്റ്റേറ്റ് ട്രാൻസ്ഫോർമേഷൻ ആണ്. എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സോളിഡ്, ഒരു വെള്ളം എടുത്തേ, വെള്ളം തണുപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? നന്നായിട്ട് കൂൾ ചെയ്ത് കഴിഞ്ഞാൽ ഐസ് ആവും അല്ലെ. ഓക്കെ, ഐസ് ആവും. ദെൻ ഐസിന്റെ ഫ്രീസിംഗ് പോയിന്റ് എത്രയാണ്? 0 അല്ലെ. മെൽറ്റിംഗ് പോയിന്റ് എത്രയാ? 0. ഫ്രീസിംഗ് പോയിന്റ് എത്രയാ? വെള്ളത്തിന്റെ ഫ്രീസിംഗ് പോയിന്റ് എത്രയാ? 0. മെൽറ്റിംഗ് പോയിന്റ് എത്രയാ? ഐസ് എപ്പോ മുതലാണ്? 0 ആണ്. ഓർത്ത് നോക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കറക്റ്റ് 0 ഡിഗ്രി സെൽഷ്യസിൽ വെച്ചാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ തന്നെ പറഞ്ഞു, ഫ്രീസ് ആവുകയും ചെയ്യും, മെൽറ്റ് ആവുകയും. അവിടെയാണ് ആദ്യത്തെ ഇക്വിലിബ്രിയം പറയുന്നത്. റേറ്റ് ഓഫ് ഫ്രീസിംഗ് ഈക്വൽ ടു റേറ്റ് ഓഫ് മെൽറ്റിംഗ്. രണ്ടും വരും അല്ലെ. അപ്പോ H2O അല്ലെ, ഐസ് ആണ്. ഇതെന്താവും? H2O സോളിഡ് ആവും. സോറി, ഇത് സോളിഡ്. ലിക്വിഡായി കഴിഞ്ഞാൽ എന്തായിരിക്കും? അത് വാട്ടർ അല്ലെ. സാധാരണ വാട്ടർ ലിക്വിഡായി, ഇത് സോളിഡായി. സോളിഡ്, ഇത് ലിക്വിഡായി. ഇത് അല്ലെ സോളിഡ് ടു ലിക്വിഡ് എന്താ പറയാം? സോളിഡ് ടു ലിക്വിഡ് മെൽറ്റിംഗ് അല്ലെ. ദെൻ ലിക്വിഡ് ടു സോളിഡ് ഫ്രീസിംഗ്. അങ്ങനെയാണെങ്കിൽ 1 ഗ്ലാസ് വാട്ടർ എടുത്ത് 0 ഡിഗ്രി സെൽഷ്യസിൽ വെച്ചാൽ എന്താവും? അതാണ് ഇക്വിലിബ്രിയം. എന്താവും? ഏകദേശം കുറച്ച് ഏരിയ ഐസും കുറച്ച് ഏരിയ വാട്ടർ. അങ്ങനെ ഇരിക്കും. എത്ര നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് മറ്റേലേക്ക് മാറുമോ? ഇല്ല. -1 ആയാൽ എന്ത് വരും? എല്ലാം ഐസ് ആവും. മനസ്സിലായി? 1 ഡിഗ്രി ആണെങ്കിൽ എല്ലാം 0 ഡിഗ്രിയിൽ വെച്ചാൽ എന്ത് പറ്റും? കംപ്ലീറ്റ് ആയിട്ട് എന്താവില്ല അല്ലെ, ഐസായി മാറില്ല. അത് കുറച്ച് ഏരിയ ഐസും കുറച്ച് ഏരിയ വാട്ടർ ആയിട്ട് വരും. അങ്ങനെ നിൽക്കുന്ന സിറ്റുവേഷനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പോ അവിടെ ആ ഐസ് കുറച്ച് കഴിയുമ്പോൾ 0 ഡിഗ്രി സെൽഷ്യസിൽ കുറച്ച് ഐസ് ഇങ്ങനെ മെൽറ്റ് ആയിക്കൊണ്ടിരിക്കും, കുറച്ച് ഐസ് എന്താവും? സോളിഡ് ആയിക്കൊണ്ടിരിക്കും. ഇത് രണ്ടും നടക്കും. അപ്പൊ റേറ്റ് ഓഫ്
മെൽറ്റിംഗ് ഈക്വൽ ടു റേറ്റ് ഓഫ് ഫ്രീസിങ്. രണ്ടും ഒരുമിച്ച് കിടക്കും. റേറ്റ് ഓഫ് മെൽറ്റിംഗ് ഈക്വൽ ടു റേറ്റ് ഓഫ് ഫ്രീസിങ്. അതാണ് ഫിസിക്കൽ ഇക്വിലിബ്രിയം. ദെൻ ഇതുപോലെ തന്നെ ഫിസിക്കൽ ഇക്വിലിബ്രിയം ആണ് ഇവിടെ നിന്ന് അല്ലെ. വാട്ടർ ഗ്യാസ് ആയി കഴിയുമ്പോൾ എന്തായിരിക്കും ആ പ്രോസസ്സിനെ വിളിക്കുന്നത്? എന്താ? വേപ്പറൈസേഷൻ. തിരിച്ചാവുന്നതിന് കണ്ടൻസേഷൻ. റേറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഈക്വൽ ടു റേറ്റ് ഓഫ് കണ്ടൻസേഷൻ. അതെങ്ങനെ നമുക്ക് കാണാൻ പറ്റും? വാട്ടർ എടുക്കുക, ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു കുക്കറൊക്കെ അറിയാലോ, കുക്കർ, അതെടുത്ത് അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഹീറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? അവിടെ വെള്ളം പോയി അല്ലെ 100 ഡിഗ്രിയിൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അത് പോയി എന്താവും? കുറച്ച് വേപ്പർ ആവും. അത് മുകളിൽ പോയി ഇടിച്ചിട്ട് വീണ്ടും കണ്ടൻസ് ചെയ്ത് എന്താവും? ലിക്വിഡ് ആവും. ആ പ്രോസസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. മനസ്സിലായി? അപ്പോ എന്ത് ചെയ്യും? ഇത് മുകളിൽ പോയിട്ട് കണ്ടൻസേഷൻ നടക്കും, വേപ്പറൈസേഷൻ, ക്ലോസ് സർക്യൂട്ട് ഇതില്. അപ്പോൾ നോർമലി ഇതാണ് ഫിസിക്കൽ ഇക്വിലിബ്രിയം. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. ഇവിടെ പഠിക്കേണ്ട ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഹെൻറീസ് ലോ ആണ്. എന്താണ്? ഹെൻറീസ് ലോ. അപ്പൊ ഫിസിക്കൽ ഇക്വിലിബ്രിയത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ഹെൻറീസ് ലോ. ഹെൻറീസ് ലോ എന്തായിരുന്നു? +2 ആദ്യത്തെ ചാപ്റ്റർ ഉണ്ട്. ഫസ്റ്റ് ചാപ്റ്ററിലുള്ള ക്വസ്റ്റൻ ആണ് ഹെൻറീസ് ലോ. കേട്ടോ, ഓർത്ത് നോക്കാം. ഹെൻറീസ് ലോയുടെ ഇക്വേഷൻ നിങ്ങൾക്ക് 11th ഇല്ല, 12th ഉണ്ട്. അത് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈക്വൽ ടു KH × chi എന്ന് പറയുന്നതാണ് ഹെൻറീസ് ലോയുടെ ഇക്വേഷൻ. 11th നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ഇല്ല, ബാക്കിയുള്ള എല്ലാം ഉണ്ട്. സോലിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. ഇതാണ് ഹെൻറീസ് ലോ പറയുന്നത് കേട്ടോ. ഓക്കെ, എന്തായിരുന്നു ഹെൻറീസ് ലോ പറയുന്നത്? സോലിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. കേട്ടോ, ഓക്കെ, ഒന്ന് പറഞ്ഞു നോക്കിയേ. ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. സോഡ ഓർത്ത് വെച്ചാൽ മറക്കൂല. സോഡ എങ്ങനെ ഉണ്ടാക്കാം? കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യും. ഞാൻ കുറച്ച് കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തിട്ട് ഇങ്ങനെ ഇട്ടാൽ ഡിസോൾവ് ആവും? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? പണ്ടൊരു സാധനം ഉണ്ടായിരുന്നു, ഒരു സോഡാ മേക്കർ എന്നൊക്കെ പറഞ്ഞു, മിസ്റ്റർ ബട്ടർ. ഇപ്പോഴും ഉണ്ട് തോന്നണം അല്ലേ? ഓക്കെ, ഒരിടക്ക് ഭയങ്കര ട്രെൻഡ് ആയിരുന്നു, ഞാൻ കണ്ടിട്ടുണ്ട് ആദ്യമൊക്കെ. അപ്പോൾ അതെന്തായിരിക്കും പരിപാടി? നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് അതിൽ നിറച്ചിട്ട് എന്ത് ചെയ്യും അല്ലെ? അത് കൊടുക്കുമ്പോൾ പ്രഷർ. അപ്പൊ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ എന്താവും? ഡിസോൾവ് ആവും. അപ്പോൾ സോലിബിലിറ്റി ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്താ? ഗ്യാസ് ഇൻ ലിക്വിഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അതാണ് ഹെൻറീസ് ലോയിൽ ഓർത്ത് വെക്കേണ്ടത്. ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇക്വിലിബ്രിയത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് KC ആണ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഈ ചാപ്റ്റർ മുഴുവനും കൺട്രോൾ ചെയ്യുന്നത് KC വെച്ചിട്ടാണ്. അപ്പൊ അതിലേക്ക് വരാം. ഇത് നോക്കിയേ, ഇത് ബേസിക് ഇക്വേഷൻ ആണ്. ഇത് ബേസിക് ഇക്വേഷൻ ആണ്. ഇതിന്റെ ഫ്രണ്ടില് AB, ഇതിനർത്ഥം എന്ത്? 3, 2 അങ്ങനെ കൊടുക്കാറില്ലേ? 2H2 +O, ആ നമ്പർ ആണിത് കേട്ടോ. ഓക്കെ, ഇങ്ങനെ വരാം. അങ്ങനെ വന്നാൽ KC ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ്. നമുക്ക് വരുന്നത് C⁻C × D⁻D all divided by A⁻A × B⁻B. ഇതാണ് KC എന്ന് പറയുന്ന ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ ഡെഫിനിഷൻ. ഇതാണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഒരു എക്സാമ്പിൾ എഴുതി കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്ലാരിറ്റിയിൽ വരും. N2 + 3H2 കീസ് എന്ത് വരും? 2NH3. ഇതിന്റെ KC എങ്ങനെ എഴുതുമെന്ന് പറഞ്ഞു നിങ്ങൾ? KC = NH3⁻2 ഡിവൈഡഡ് ബൈ N2. പിന്നെ എങ്ങനെ പറയും? H2⁻3. അപ്പോ എക്സാമിന് ഇതാണ് ടെക്സ്റ്റ് ബുക്കിൽ ആദ്യത്തെ ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിന്റെ വാല്യൂ ഒക്കെ തരും. ഇതിന്റെ വാല്യൂ ഒക്കെ തരും. അപ്പൊ ഈ വാല്യൂ എടുത്തിടുക, നേരെ ഇടുക, കേട്ടോ. അതാണ് ടെക്സ്റ്റ് ബുക്ക് ആദ്യത്തെ ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ KC ഇക്വേഷൻ എന്താ? KC ഇതിന്റെ ഡെഫിനിഷനെയാണ് ഇക്വിലിബ്രിയം ലോ. ആദ്യത്തെ ലോ ആണ് ഇക്വിലിബ്രിയം ലോ. അപ്പൊ ഇതിനെ ലോ ആയിട്ടൊന്ന് പറഞ്ഞേ. ഇത്തിരി വലിയ ലോ ആണ്, അത് ഒന്ന് പറഞ്ഞു നോക്കിയേ. നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചതാണ്. അല്ലേ? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ എങ്ങനെ പറയും? അല്ലേ? ഇതെന്താ? അപ്പോ ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്. ഇനി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് മോളാർ കോൺസെൻട്രേഷൻ. ഈ സ്ക്വയർ ബ്രാക്കറ്റ് ഇല്ലേ, അതിനെ വിളിക്കുന്നത് എന്താണ്? മോളാർ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് raised to respective stoichiometric coefficient divided by molar concentration. ഈ സ്ക്വയർ ബ്രാക്കറ്റിനെ എന്താ വിളിക്കുന്നത്? മോളാർ കോൺസെൻട്രേഷൻ ഓഫ് reactant raised to respective stoichiometric coefficient has a constant
വാല്യൂ. കേട്ടോ, ഓർത്ത് നോക്കാം. അതാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഡെഫിനിഷൻ ആയിട്ട് പറയുന്നത്, അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ലോ. എന്താ പറയുന്നത്? ഇക്വിലിബ്രിയം ലോ. അപ്പോ ഇക്വിലിബ്രിയം ലോ എഴുതുന്നു, ഇത്രയും പഠിക്കുന്നു, ഒരു എക്സാമ്പിൾ കറക്റ്റ് ആയിട്ട് ക്ലിയർ ചെയ്യാം. അത് കഴിഞ്ഞാൽ ടു ടൈപ്പ് ഓഫ് ഇക്വിലിബ്രിയം ആണ്, ഹോമോജീനിയസ് ഇക്വിലിബ്രിയം ആൻഡ് ഹെട്രോജീനിയസ്. ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ സെയിം ഫേസ്. ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സെയിം ഫേസ്. അപ്പൊ ഹെട്രോജീനിയസ് എന്തായിരിക്കും? ഡിഫറെന്റ് ഫേസ്. കേട്ടോ, അപ്പൊ ഇവിടെ നോക്കി അറിയാം, ഇത് ഹോമോജീനിയസ് ആണ്, ഇത് ഗ്യാസ് ആണ്. നൈട്രജൻ ഗ്യാസ് ആണ്, നിങ്ങൾക്ക് അറിയാലോ. ഹൈഡ്രജനും ഗ്യാസ് ആണ്, അമോണിയയും ഓൾറെഡി ഗ്യാസ് ആണ്. ഇത് ഹോമോജീനിയസ് ഇക്വിലിബ്രിയത്തിന് എക്സാമ്പിൾ ആണ്. ഹോമോജീനിയസ് ഇക്വിലിബ്രിയത്തിന്റെ ഡെഫിനിഷൻ അപ്പൊ എന്തായിരിക്കും? റിയാക്ടൻസ് ആൻഡ് പ്രോഡക്റ്റ് ഓൾ ആർ ഇൻ സെയിം ഫേസ്. അങ്ങനെ വന്നാൽ അതെന്തായിരിക്കും? ഹോമോജീനിയസ്. ഇതെല്ലാം ലിക്വിഡ് ആണെങ്കിൽ ലിക്വിഡ് 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 ഉണ്ടോ? ഓക്കെ, അങ്ങനെ വരും. ഹെട്രോജീനിയസ് അപ്പൊ എന്തായിരിക്കും? ഡിഫറെന്റ് ഫേസ്. ഹെട്രോജീനിയസിന് എക്സാമ്പിൾ ഓർമ്മയുണ്ടോ? CaCO3, കാൽസ്യം കാർബണേറ്റ്. അതിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലേ, ഫോർവേഡും ബാക്ക്വേർഡും കൊടുക്കാം, അതിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ CaO + CO2. ഇതിൽ കാൽസ്യം കാർബണേറ്റ് സോളിഡ് ആണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അല്ലെ. മാർബിൾ, എക്സൽ, 10th പഠിക്കാനുള്ളതാണ്. എക്സൽ, മാർബിൾ, അതെല്ലാം എന്താണ്? CaCO3. കാൽസ്യം ഓക്സൈഡ്, അല്ലെ, ചോക്കൊക്കെ ഉണ്ടല്ലേ, അതുപോലെ ഇരിക്കും. കാൽസ്യം ഓക്സൈഡ് സോളിഡ് ആണ്, ഇത് ഗ്യാസ് ആണ്. ഓർത്ത് നോക്കാം. അപ്പൊ ഡിഫറെന്റ് ഫേസ് ആയി, ഇത് സോളിഡ്, ഇതും സോളിഡ്, ഇത് ഗ്യാസ് ആണ്. അങ്ങനെ വന്നാൽ അതെന്തായിരിക്കും? ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയം. അപ്പൊ എക്സാമ്പിൾ കാണാതെ പഠിക്കേണ്ടതാണ്. ഹോമോജീനിയസ്. അപ്പൊ ഇക്വിലിബ്രിയം എങ്ങനെ തുടങ്ങിയത് നമ്മൾ, അല്ലെ, ആദ്യം ഒന്ന് പറഞ്ഞ മെത്തേഡും ടോട്ടൽ ചാപ്റ്റർ കിട്ടാൻ വേണ്ടി. അതെന്തായിരുന്നു? ഫിസിക്കൽ ഇക്വിലിബ്രിയം, അല്ലെ, ഫിസിക്കൽ ഇക്വിലിബ്രിയം, അല്ലെ, റേറ്റ് ഓഫ് എന്താണ് വേപ്പറൈസേഷൻ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഫിസിക്കൽ ജസ്റ്റ് ഒന്ന് വായിക്കുന്നത് ഹെൻറീസ് ലോ പഠിച്ചു നോക്കണം, മതിയാണ്, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ കെമിക്കൽ ഇക്വിലിബ്രിയം, അതിൽ ആദ്യം പഠിക്കേണ്ടത് Kc, അല്ലെ, ഇക്വിലിബ്രിയം Kc ഈക്വൽ ടു, ഇത് കാണാതെ കിട്ടിയിരിക്കണം കേട്ടോ. ഇപ്പൊ ചോദിക്കോട്ടോ, equilibrium constant Kc equal to C raised to C D raised to D divided by A raised to A and B raised to B. അത് കഴിഞ്ഞാൽ homogeneous equilibrium and heterogeneous equilibrium with the one example. Then ഇവിടെ വലിയൊരു ഡെറിവേഷൻ എഴുതിയിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ഡെറിവേഷൻ, വലിയൊരു ഡെറിവേഷൻ ആണ്. Kp equal, അതാണ് സെക്കൻഡ് ഇക്വേഷൻ. ഇത് ഫസ്റ്റ് ഇക്വേഷൻ പഠിച്ചു നോക്കാം. സെക്കൻഡ് ഇക്വേഷൻ ആണ് Kp equal to എന്തായിരുന്നു? Kc raised to, അല്ലെ, Kc ആണ്, Kc into RT raised to delta n. അപ്പൊ കെപിയും കെസിയും തമ്മിലൊരു ഡെറിവേഷൻ ആണ്. Kp equal to Kc into RT raised to delta n. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയിട്ട് കിട്ടണം. Kp equal to Kc into RT raised to delta n. Kp എന്ന് പറഞ്ഞപ്പോ എന്തായിരിക്കും? ഇക്വിലിബ്രിയം ഇൻ പാർഷ്യൽ പ്രഷർ. അപ്പൊ ആർക്ക് മാത്രം? ഗ്യാസിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. Kc എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കൊടുക്കുക, അല്ലെ, കോൺസെൻട്രേഷൻ ഒക്കെ വരും. അപ്പോൾ കെപിയും കെസിയും തമ്മിലുള്ള റിലേഷൻ ആണ് സെക്കൻഡ് ഏറ്റവും ഇമ്പോർട്ടന്റ്. Kp equal to Kc into RT raised to delta n. ഇത് പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ പ്രഷറിനെ വിളിക്കുന്ന പേരാണ് പാർഷ്യൽ പ്രഷർ കേട്ടോ. ഓർത്തോ, ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോ ഞാൻ പറയാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ടെന്ന് പറയും. അതിന്റെ മീനിങ് എന്താ? ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന സമയത്ത്, അല്ലെ, നിങ്ങളെയൊക്കെ തൊട്ടുകൊണ്ടിരിക്കുന്ന ആരാ? അല്ലെ, നിങ്ങൾ അടുത്തിരിക്കുമ്പോ വന്ന് ഇടിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണത്? അല്ലെ, ഇവിടെയുള്ള എയർ, അല്ലെ, ഓർത്തോക. എയറിൽ ആരൊക്കെ ഉണ്ട്? എയറിൽ നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോ പ്രഷർ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈക്വൽ ടു നമ്മൾ എന്ത് പറയും? പ്രഷർ ഓഫ് നൈട്രജൻ പ്ലസ് പ്രഷർ ഓഫ് ഓക്സിജൻ പ്ലസ് പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇല്ലേ, മെയിൻ ആൾക്കാരാണ്, അല്ലെ, ഓർത്തു നോക്കാം. അപ്പോ ഇവിടെയുള്ള പ്രഷർ ഓഫ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈക്വൽ ടു പ്രഷർ ഓഫ് നൈട്രജൻ എന്ന് പറഞ്ഞില്ല, അതിനെയാണ് പാർഷ്യൽ പ്രഷർ. ഇൻഡിവിജ്വൽ പ്രഷർ, ഇൻഡിവിജ്വൽ പ്രഷറിനെ വിളിക്കുന്ന പേരാണ് പാർഷ്യൽ പ്രഷർ. അപ്പൊ ഇവിടെ ഞാൻ എന്ത് പറയും? പാർഷ്യൽ പ്രഷർ ഓഫ് നൈട്രജൻ പ്ലസ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ പ്ലസ് partial pressure of carbon dioxide equal to atmospheric pressure. But what do you mean? Partial pressure, individual pressure. Individual pressure neana വരുന്നത്. നിങ്ങളുടെ ആ ഒരു ഏരിയ ഡിലീറ്റഡ് ആയി പോയി, അതുകൊണ്ടാണ് നിങ്ങൾക്ക് വരുന്ന ഡൗട്ട്. ഡാൽട്ടൺ ലോ ഓഫ് പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്ന സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഒരു ചാപ്റ്റർ ഉണ്ട് കേട്ടോ. അത് ഡിലീറ്റഡ് ആയി കേട്ടോ. അവിടെയാണ് ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ, അത് കഴിഞ്ഞിട്ട് ഡാൽട്ടൺ പാർഷ്യൽ പ്രഷർ ഒക്കെ വരുന്നത് +2 ആദ്യത്തെ ചാപ്റ്ററിൽ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് വിഷമിക്കണ്ട. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വരും. ഓർത്ത് നോക്കുക, പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻഡിവിജ്വൽ പ്രഷർ. ഓക്കെ, ദെൻ അപ്പോ ഇക്വിലിബ്രിയം ഏതൊക്കെ ടൈപ്പ് കഴിഞ്ഞു? 2 ടൈപ്പ് ഇക്വിലിബ്രിയം എന്തൊക്കെയായിരുന്നു? ഹോമോജീനിയസ് ഇക്വിലിബ്രിയം ആൻഡ് ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയം കേട്ടോ. ഓക്കെ, ഒന്ന് എടുത്ത് പറഞ്ഞു കേട്ടോ. ഓക്കെ, ഹോമോജീനിയസ് ഇക്വിലിബ്രിയം ആൻഡ് ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയം. ആ ഇക്വിലിബ്രിയം കഴിഞ്ഞു, അല്ലെ. ഇത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനായിട്ടുള്ള കാര്യം
അതിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള ഇക്വിലിബ്രിയം അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് വരുന്നുണ്ട്. അതിലേക്കാണ് വരുന്നത്. അവിടെയാണ് ലേ ചാർലിയർ പ്രിൻസിപ്പിൾ. ലേ ചാർലിയർ പ്രിൻസിപ്പിൾ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം മാത്രം നമുക്ക് നോക്കാം. ലേ ചാർലിയർ പ്രിൻസിപ്പിൾ മീനിങ് ഇത്രയേ ഉള്ളൂ. ഒരു ഇക്വിലിബ്രിയം, അതായത് ഇപ്പൊ ഈ ഇക്വിലിബ്രിയം ആവട്ടെ, നേരത്തെ കണ്ട ഈ ഇക്വിലിബ്രിയം ആവട്ടെ, ഇതിൽ ചില ഫാക്ടേഴ്സ് അഫക്ട് ചെയ്യും. ചില ഫാക്ടേഴ്സ്. അതിൽ ആദ്യം പറയുന്നത് കോൺസെൻട്രേഷൻ. സെക്കൻഡ് എന്തായിരുന്നു? ടെമ്പറേച്ചർ. കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ, പ്രഷർ, കാറ്റലിസ്റ്റ്, പിന്നെന്തായിരുന്നു? അഡീഷൻ ഓഫ് ഇനേർട്ട് ഗ്യാസ്. കേട്ടോ, ഓക്കെ. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സുകളാണ് ഇതിനെ മെയിൻ ആയിട്ട് അഫക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫാക്ടേഴ്സുകൾ മാറിക്കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം നള്ളിഫൈ ദ എഫക്ട് ഓഫ് ചേഞ്ച് ഓർ കൗണ്ടറാക്ട് ദ എഫക്ട് ഓഫ് ചേഞ്ച് എന്ന് പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഇക്വിലിബ്രിയത്തിൽ ഇത് എവിടെ നോക്കിയേ, നൈട്രജന്റെയും ഹൈഡ്രജന്റെയും കോൺസെൻട്രേഷൻ നമ്മൾ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ആര് കൂടും? പ്രൊഡക്റ്റ് കൂടും. പ്രൊഡക്റ്റ് കൂടിക്കഴിഞ്ഞാൽ തിരിച്ചു വീണ്ടും ഇതിലേക്ക് തന്നെ വരും, അല്ലേ? ഓക്കെ. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കൂടും? ഫോർവേഡ് റിയാക്ഷൻ എന്ത് ചെയ്യും? കൂടും. ഓർത്ത് നോക്കുക, അതാണ് കോൺസെൻട്രേഷൻ ചേഞ്ച് വരുന്നത്. അപ്പോൾ കോൺസെൻട്രേഷൻ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കോൺസെൻട്രേഷൻ കൂടുതൽ ഇട്ട് കൊടുത്താൽ എവിടെ വരും? പ്രൊഡക്റ്റ് കൂടുതൽ വരും, അല്ലേ? ഓക്കെ, അതാണ് അവർ പറയുന്നത്. ഇനി ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യും? ഇത് കുറയും, അല്ലേ? ഓക്കെ. ഇനി ഇവിടെ കുറെ കൂടി കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇത് മാറ്റുന്നില്ല, അത് തിരിച്ചെന്ത് ചെയ്യും? ബാക്കിലേക്ക് വരും. അപ്പോൾ കോൺസെൻട്രേഷൻ ആണ് ആദ്യം പറയുന്നത്. കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വിലിബ്രിയത്തിനെ അഫക്ട് ചെയ്യും. സെക്കൻഡ് പറയുന്നത് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ എന്താ പറയാ? റൈറ്റ്. എന്ത് പറ്റി? ആണോ? വെഞ്ചല് കേട്ടോ. അപ്പോ ടെമ്പറേച്ചർ ഉണ്ട്. അടിയിലോട്ടാണോ? ടെമ്പറേച്ചർ വന്നാൽ എന്ത് വരും? എൻഡോതെർമിക് ഉണ്ട്, എക്സോതെർമിക് ഉണ്ട്. വാട്ട് യു മീൻ എൻഡോതെർമിക്? എൻഡോതെർമിക് എന്ന് പറയുമ്പോൾ ഹീറ്റ് അബ്സോർബ് ചെയ്യും. അങ്ങനെ എൻഡോതെർമിക് ആണെങ്കിൽ നമ്മൾ ഹീറ്റ് ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് ഫോർവേഡ് ആവും. ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് എന്താവും? ഫോർവേഡ്. അപ്പൊ എക്സോതെർമിക് ആണെങ്കിൽ എന്ത് കൂടും? എക്സോതെർമിക് ആണ് ഹീറ്റ് കൊടുത്താൽ എന്താവും? ബാക്ക്വേർഡ് ആവും. മനസ്സിലായി? അങ്ങനെ പറയുന്ന കൺസെപ്റ്റ് ആണ്. നിങ്ങൾ ആ ഫാക്ടേഴ്സ് മാത്രം ഓർത്താൽ മതി. ഏതൊക്കെയായിരുന്നു? കോൺസെൻട്രേഷൻ, പ്രഷർ, ടെമ്പറേച്ചർ, പിന്നെന്തായിരുന്നു? കാറ്റലിസ്റ്റ്, ഒരെണ്ണൂടെയുണ്ട്, അഡീഷൻ ഓഫ് ഇനേർട്ട് ഗ്യാസ്. കേട്ടോ, ഓക്കെ. അപ്പൊ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഫോർവേഡ് ഇൻക്രീസ് ചെയ്യും, റേറ്റ് ഓഫ് ബാക്ക്വേർഡ് ഇൻക്രീസ് ചെയ്യും. അത് വലിയ എഫക്ട് വരുന്നില്ല. പക്ഷെ ബാക്കിയുള്ളത് വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും ചാൻസ് ഉള്ളത് പ്രഷറാണ്. പ്രഷർ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ ഒരു ഇക്വേഷനിൽ ഞാൻ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആരെയാണ്? അത് ഫോർവേഡ് ആവോ ബാക്ക്വേർഡ് ആവോ? അതാണ് ചോദ്യം വരിക. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ എത്ര മോൾ ഉണ്ട് നോക്കാം. ഇതിന്റെ ഫ്രണ്ടിൽ ഒന്നുമില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? 1. ഇത് 3. 1 + 3 4. അപ്പൊ ഇവിടെ ടോട്ടൽ എത്രയുണ്ട്? 4. ഇവിടെ എത്രയുണ്ട്? 2. അപ്പൊ ഇതിൽ പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഹയറിൽ നിന്ന് ലോവറിലേക്ക് മൂവ് ചെയ്യും. എങ്ങനെയാ പോകുന്നത്? ഹയർ ടു ലോവർ. അപ്പൊ ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഹയർ ടു എങ്ങനെയാ പോവാ? ലോവർ. കേട്ടോ, അപ്പൊ ഹയർ മോൾ ടു ലോവർ മോൾ, അങ്ങനെയാണ് അതിൽ വരിക. അപ്പൊ ഇവിടെ ഹയർ ആണ്. ഇവിടെ എത്ര മോൾ ഉണ്ട്? 4 മോള്. ഇവിടെ 2 മോൾ. അപ്പൊ ഹയർ ടു ലോവർ മോൾ വരും. അപ്പൊ ഇതാണ് ലേ ചാർലിയർ പ്രിൻസിപ്പിൾ. അപ്പൊ എന്തൊക്കെ പഠിച്ചു? ആദ്യം എന്തായിരുന്നു പറഞ്ഞ ചാപ്റ്റർ? ഫിസിക്കൽ ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം ആദ്യം പറഞ്ഞു, അല്ലെ? റേറ്റ് ഓഫ് എന്തായിരുന്നു? റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. അത് കഴിഞ്ഞാൽ ഫിസിക്കൽ ഇക്വിലിബ്രിയം. ഫിസിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സോളിഡ് ടു ലിക്വിഡ്, ലിക്വിഡ് ടു സോളിഡ്. അവിടെ എന്ത് പറയും? റേറ്റ് ഓഫ് ഫ്രീസിംഗ് ഈക്വൽ ടു റേറ്റ് ഓഫ് മെൽറ്റിംഗ്. റേറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഈക്വൽ ടു റേറ്റ് ഓഫ് കണ്ടൻസേഷൻ. റേറ്റ് ഓഫ് മറ്റേ ഗ്യാസ് ടു സോളിഡ് എന്താ വിളിക്കുന്നത്? സബ്ലിമേഷൻ. റേറ്റ് ഓഫ് സബ്ലിമേഷൻ ഓഫ് സോളിഡ് ടു ഗ്യാസ് ഈക്വൽ ടു റേറ്റ് ഓഫ് സബ്ലിമേഷൻ ഓഫ് ഗ്യാസ് ടു സോളിഡ്. ഡ്രൈ ഐസ് ഓർമ്മയുണ്ടോ? ഡ്രൈ ഐസ് CO2 കാർബൺ ഡൈ ഓക്സൈഡിന്റെ സോളിഡ് ഫോമിനെയാണ് ഡ്രൈ ഐസ് എന്ന് വിളിക്കുന്നത്. അത് ഗ്യാസ് ആകും, പിന്നെ അതെന്താവും? തിരിച്ച് അല്ലെ ലിക്വിഡ് ആവാതെ നേരെ എന്താവും? സോളിഡ് ആയി ആവും. ഓക്കെ, അപ്പൊ അതാണ് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. വേറെ ഒരു എക്സാമ്പിൾ ഉണ്ട്, ക്യാംഫർ. ക്യാംഫർ അറിയാലോ അല്ലെ? ക്യാംഫർ എങ്ങനെയാ? സോളിഡിൽ നിന്ന് നേരെ ഗ്യാസ്, ഗ്യാസിൽ നിന്ന് നേരെ സോളിഡ്, അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ആ ഒരു സ്ഥലത്താണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ ഇതിലാണ് ഇക്വിലിബ്രിയം. ഇതിനെന്താ വിളിച്ചത്? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, അല്ലെ? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഹേബർ പ്രോസസ്. അതെ, പ്രിപ്പറേഷൻ ഓഫ് അമോണിയ, ദാറ്റ് ഈസ് നോൺ ആസ് ഹേബർ പ്രോസസ്.
നൈട്രജൻ ആ എന്ത് ചേഞ്ച്? അത് വേണ്ട നിങ്ങൾക്ക് കേട്ടോ, ഓർത്ത് വെക്കാം. നിങ്ങൾക്ക് അതിലല്ല, അത് വലിയൊരു എക്സെപ്ഷൻ ഉള്ള ഏരിയ ആണ്. അവിടെ ശരിക്കും പറഞ്ഞാൽ എൻഡോതെർമിക് ആണ് വരുന്നത്, പക്ഷെ അവിടെ ഒരു കോൺട്രഡിക്ഷൻ വരുന്നുണ്ട്. രണ്ടെണ്ണം, പക്ഷെ നമുക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല, ജസ്റ്റ് നോക്കിയാൽ മതി കേട്ടോ, ഓർത്ത് വെക്കാം. കാരണം അത് ഓരോന്നിനും വ്യത്യാസം വരും. ഓരോ ഇക്വേഷൻ എഴുതുമ്പോൾ അതിനൊരു യൂണീക്നെസ് വേറെ വരും, ജനറൽ അല്ല കേട്ടോ. ഓക്കെ, ജനറൽ ആയിട്ട് നിങ്ങൾ എന്നെ ഓർത്ത് വെച്ചാൽ മതി. കാരണം ഇതിന് ഒപ്റ്റിമം ടെമ്പറേച്ചർ, ഒപ്റ്റിമം പ്രഷറുമാണ് കൊടുക്കുക. ഒപ്റ്റിമം എന്നുള്ള വേർഡിന്റെ മീനിങ് എന്താ? ഒരു പെർട്ടിക്കുലർ, ആ പെർട്ടിക്കുലർ ടെമ്പറേച്ചറിലും ആ പെർട്ടിക്കുലർ പ്രഷറിലുമാണ് അതിന് മാക്സിമം പ്രൊഡക്ഷൻ കിട്ടുക കേട്ടോ. ഓക്കെ, ആ മാക്സിമം പ്രൊഡക്ഷൻ. അപ്പോൾ പണ്ട് കാലത്ത് ഹേബർ പ്രോസസ്സിന് ഒരു വലിയൊരു ഡയഗ്രം ഒക്കെ വെച്ചിട്ടാണ് ഞങ്ങളെ കാലത്തൊക്കെ പഠിച്ചു വെച്ചത്. ഇത്രയുള്ള ഡയഗ്രം ആണ്. ഇല്ലല്ലോ നിങ്ങൾക്ക് ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല കേട്ടോ, ഓർത്ത് നോക്കാം. ആ ഡയഗ്രം വെച്ചിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു പ്ലസ് ടു. ആ ചാപ്റ്റർ ഡിലീറ്റഡ് ആയി പോയി കേട്ടോ, ഓർത്ത് നോക്കാം. ഓക്കെ, പക്ഷെ അതൊക്കെ ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ സിലിണ്ടർ ഇല്ലേ, ആ സിലിണ്ടറൊക്കെ വെച്ച് ആ പ്രഷറൊക്കെ വെച്ച് കൃത്യമായിട്ട് ഓരോ പോയിന്റിലും എഴുതുന്ന ഇതുണ്ട്. ഞാൻ കുറച്ച് കഴിയുമ്പോൾ ബുക്കിൽ കാണിച്ചു തരാം. അപ്പൊ ആ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ അതെന്തായി? ഡിലീറ്റഡ് ആയി. അത് ഡീറ്റെയിൽ ആയിട്ട് 11th എടുക്കുമായിരുന്നു. എന്തുകൊണ്ടായിരുന്നു പറഞ്ഞ പ്ലസ് 2 പി ബ്ലോക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ടായിരുന്ന സമയത്ത്, ചാപ്റ്ററിന്റെ പേര് പി ബ്ലോക്ക്. അതിപ്പോ എന്താണ്? ഡിലീറ്റഡ്. അതുകൊണ്ടാണ് അത് വേണ്ടെന്ന് പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പോൾ നോർമലി നിങ്ങൾ ജസ്റ്റ് ഇതൊന്നും അറിഞ്ഞാൽ മതി, നോർമലി ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. കാരണം ഇതിന്റെ ഈ എക്സാമ്പിൾ തന്നെ 3 സ്ഥലത്തെങ്കിലും റിപ്പീറ്റേഷൻ വരുന്നുണ്ട് ആ ചാപ്റ്ററിൽ കേട്ടോ, ഓർത്ത് വെക്കാം. ദെൻ ഇത് കഴിഞ്ഞ് കെ സി നോക്കി. കെ സി കഴിഞ്ഞു. കെ സി തന്നെ ഹോമോജീനിയസ് ഉണ്ട്, ഹെട്രോജീനിയസ് ഉണ്ട്. ദെൻ ഹോമോജീനിയസ് ഹെട്രോജീനിയസ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ എന്തായിരുന്നു ടോപ്പിക്? പറയേ, നിങ്ങൾക്ക് ആ ടോപ്പിക് ഓർഡറിൽ കിട്ടാൻ വേണ്ടി ഞാൻ ചോദിക്കുന്നു. ലേ ചാട്ലിയർ പ്രിൻസിപ്പിൾ. ചാപ്റ്റർ ഓർഡറിൽ കിട്ടണം. എന്തായിരുന്നു? ലേ ചാട്ലിയർ പ്രിൻസിപ്പിൾ. ലേ ചാട്ലിയർ പ്രിൻസിപ്പിൾ എന്താ പറഞ്ഞേ? ഇക്വിലിബ്രിയത്തിൽ ചില ഫാക്ടേഴ്സ് അഫക്ട് ചെയ്യും അല്ലെ. ഇക്വിലിബ്രിയത്തിന് എന്ത് അഫക്ട് ചെയ്യും? ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇക്വിലിബ്രിയം. എത്ര ഫാക്ടേഴ്സ് ഉണ്ടായി? 5. എന്തായിരുന്നു? അഡീഷൻ ഓഫ് ഇനർട്ട് ഗ്യാസ് കേട്ടോ. ഓക്കെ, അപ്പൊ പഠിക്കുമ്പോൾ എപ്പോഴും ടോട്ടാലിറ്റി പഠിക്കണം കേട്ടോ, ഓർത്തോ. അഡീഷൻ ഓഫ് ഇനർട്ട് ഗ്യാസ് കേട്ടോ. ഓക്കെ, അപ്പോൾ ടോട്ടാലിറ്റി പഠിക്കുക, എന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് പോവാം. ഇത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞേ? ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് ഇവിടെ ആപ്ലിക്കേഷൻ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ സി ആണ്. ആപ്ലിക്കേഷൻ ഓഫ് ഇക്വിലിബ്രിയം, ഈ കെ സിയുടെ ആപ്ലിക്കേഷൻ ആണ്. ടെക്സ്റ്റ് ബുക്കിൽ 3 ആപ്ലിക്കേഷൻസ് ആണ് നമുക്ക് വരുന്നത്. ഈ കെ സിക്ക് ഹയർ വാല്യൂ വന്നാൽ അതിന്റെ മീനിങ് എന്തായിരിക്കും? ഫസ്റ്റ് ആപ്ലിക്കേഷനിൽ പറയുന്നത് പ്രെഡിക്ട് ദ റിയാക്ഷൻ അല്ലെ, ഫോർവേഡ് ഓർ ബാക്ക്വേർഡ് എന്നാണ് അവർ പറയുന്നത്. കെ സിക്ക് ഹയർ വാല്യൂ വന്നാൽ ആരായിരിക്കും കൂടുതൽ? പ്രോഡക്റ്റ്. ഇപ്പൊ കെ സി പറയാണ് 100, അതിന്റെ മീനിങ് എന്താ? കെ സി 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓർത്ത് വെക്കുക, ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് അതിൽ റിയാക്ടന്റ് 1ഉം പ്രോഡക്റ്റ് എത്ര ഉണ്ടാവും? 100. അങ്ങനെ ആകുമ്പോൾ 100/1 100 കിട്ടുന്നേ, മനസ്സിലായി? അപ്പൊ ആരായി? ഓൾമോസ്റ്റ് അല്ലെ, ഓർത്ത് വെക്കുക, ഒരു 100 ഗ്രാം ആണ് എങ്കിൽ ടോട്ടൽ ഉള്ളതിൽ ഓൾമോസ്റ്റ് എല്ലാം ആരായി മാറി? പ്രൊഡക്റ്റ് ആയി മാറി. അപ്പൊ റിയാക്ടന്റ് ഭയങ്കര കുറവാണ്. അപ്പൊ ഹയർ വാല്യൂ ഓഫ് കെ സി മീനിങ് ആരായിരിക്കും ഡൊമിനേറ്റ് ചെയ്യുക? പ്രൊഡക്റ്റ്. ഇനി കെ സി ഭയങ്കര ലെസ് വാല്യൂ ആണ്, 0.1, അങ്ങനെയൊക്കെ വാല്യൂ വന്നാൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും? റിയാക്ടന്റ് കൂടുതലായിരിക്കും. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ അവർ പറയുന്നത് കെ സിയുടെ വാല്യൂ 10⁻³ ഹയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1000-നേക്കാളും ഹയർ ആയാൽ ഓൾമോസ്റ്റ് അത് എന്താണ്? പ്രൊഡക്റ്റ് ഓറിയന്റഡ് ആണ്. ഇനി കെ സിയുടെ വാല്യൂ 1/1000 എന്ന് പറഞ്ഞാൽ 10⁻³ അങ്ങനെ വന്നാൽ അത് മെജോറിറ്റിയും ആരായിരിക്കും? റിയാക്ടന്റ് ഓറിയന്റഡ് ആണ്. അതാണ് അതിന്റെ പ്രഡിക്ഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ പറയുന്നത്. പിന്നെ ക്യു സി ആൻഡ് കെ സി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. ക്യു സി എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ കോഷ്യന്റ്, കെ സി എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം. ക്യു സി ഈക്വൽ ടു കെ സി ആണെങ്കിൽ ഇക്വിലിബ്രിയം ആണ്. ദെൻ ക്യു സി ബിഗർ വാല്യൂ ആണെങ്കിൽ, ടൈം ആയോ? ഓക്കെ, ഇപ്പൊ ഇവിടെ കേട്ടോ. ബിഗർ വാല്യൂ ആണ് എങ്കിൽ എന്താണ്? ബാക്ക്വേർഡ്. ആ രീതിയിലൊരു പ്രഡിക്ഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് ക്യു സിയും കെ സിയും തമ്മിൽ വ്യത്യാസം എന്താ? അത് ടെക്സ്റ്റ് ബുക്കിൽ പറയില്ല. എന്താണ് അത്? ലോജിക്കാണ്. എന്തായിരുന്നു? എന്താണ് കെ സിക്ക് ക്യു സി എന്ന് പറഞ്ഞാൽ പോരെ? എന്തായിരുന്നു അത്? ടെക്സ്റ്റ് ബുക്കിൽ പറയാണ് ക്യു സിയും കെ സിയും സെയിം ആണ്. എന്നാ പിന്നെ എന്തിനാ ക്യു സിയും കെ സിയും? അത് അന്ന് ഞാൻ എടുത്ത സമയത്ത് ഒരു ലോജിക്ക് വെച്ച് പറഞ്ഞിരുന്നു. ആ ലോജിക്ക് വെച്ച് ഓർത്ത് വെക്കാം. ഇവിടെ ഒരു ബുക്ക് ഇരിക്കുകയാണ്. ഈ ബുക്കിൽ അവർ എഴുതിയേക്കാണ് ഈ ബുക്കിന്റെ ലെങ്ത് 10 സെന്റിമീറ്റർ. ബുക്കിന്റെ ലെങ്ത് എത്രയായിരുന്നു? 10 സെന്റിമീറ്റർ എന്ന് എഴുതി വെച്ചേക്കാണ്. ഇയാളുടെ അടുത്ത് ചെക്ക് ചെയ്തിട്ട് പറയാണ് ഇത് 10.1 ഉണ്ട്, 10.1. അപ്പൊ ഇത് എഴുതിയേക്കുന്നത് ശരിയാണോ തെറ്റാണോ?
ശരിക്കും 10 സെന്റിമീറ്റർ ആണ് ബുക്കിന്റെ ലെങ്ത് കൊടുത്തേക്കുന്നത്. ഓർത്ത് നോക്കാം. ഇപ്പോ സ്കെയിൽ വെച്ച് മെഷർ ചെയ്തപ്പോൾ 10.1 മില്ലിമീറ്റർ കൂടുതൽ. അപ്പൊ ഇതിന്റെ ലെങ്ത് എത്രയാ? 10.1 ആണോ 10 ആണോ? ശരിക്കും മെഷർ ഇപ്പൊ നമ്മൾ മെഷർ ചെയ്തപ്പോൾ എത്ര കിട്ടി? 10.1 ആണ് ശരിക്കും ഉള്ളത്. 10 അപ്പോ അല്ലെ 10 ആണ് അതിന്റെ ലെങ്ത് ആയിട്ട് അവിടെ എഴുതി വെച്ചേക്കുന്നത്. അത് തന്നെയാണ്. അപ്പൊ KC എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അത് ഈ ബുക്കിൽ പ്രിന്റ് ചെയ്തേക്കുന്ന പോലെയാണ്. ശരിക്കും അവർ ഉദ്ദേശിക്കുന്നത് എത്രയായിരുന്നു? 10. എക്സ്പെരിമെന്റലി ചെയ്തപ്പോൾ എന്ത് കിട്ടി? 10.1 കിട്ടി. രണ്ട് ഈക്വലായ എന്തായിരിക്കും? ഇതിന്റെ ലെങ്ത്തും ഇവിടെ എഴുതി വെച്ചേക്കുന്നതും ഞാൻ മെഷർ ചെയ്യുന്നതും രണ്ടും ആക്യുറേറ്റ് ആണ് എങ്കിൽ എന്താണ്? KC ഈക്വൽ ടു QC, ഇക്വിലിബ്രിയമായി. ആൻഡ് ദെൻ ഇവിടെ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അല്ലെ ഓർത്ത് നോക്കുക, 10.1 എക്സീഡ് ആയി അല്ലെങ്കിൽ ലെസ് ആയി, അത് വെച്ചിട്ടാണ് അവർ കണ്ടെത്തുന്നത്. അതാണ് സംഭവം. അപ്പോൾ ഒരെണ്ണം എക്സ്പെരിമെന്റലി ആയിട്ട് കോഷ്യന്റ് ആയിട്ട് വന്നേക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും വരെ നിൽക്കട്ടെ, ടൈം കഴിഞ്ഞു. അപ്പൊ ഓർത്ത് നോക്കാം, നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവണം. ഇത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് അതിന്റെ മിഡിൽ ഏരിയ ആണ്. മിഡിൽ ഏരിയയിൽ വരുന്നത് സോൾട്ട്, ആസിഡ്, ബേസ് ആണ്. അതിൽ അരീനസ് ആസിഡ്, ബ്രൗൺസ്റ്റൺ ലൗറി, ലൂയിസ് ആസിഡ്. കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്നതാണ്. അപ്പൊ ഇത്രയും വരെയുള്ളത് വീട്ടിൽ പോയിട്ട് മര്യാദക്ക് നോക്കുക, സ്ട്രക്ചർ ആക്കുക, അതുക്കനെ വരിക. കേട്ടോ. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാം.